സർവശക്തനായ ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വം. ഇന്ന് രാത്രിയിൽ ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന അനേക ദൈവമക്കളുണ്ടെന്ന് ഞാൻ അറിയും. അവരെല്ലാവരെയും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുമ്പോൾ തന്നെ ആദരണീയരും അഭിഷിക്തന്മാരുമായ ദൈവദാസന്മാരുടെ ഒരു വലിയ നിര ഇവിടെയുണ്ട്. അവരെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. കർത്താവിൻ്റെ കാലത്തുള്ള ഒരുപാട് വീടുകളെ വേദപുസ്തകത്തിൽ കാണിക്കുന്നുണ്ട്. ഒരു വീട് പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ടുവന്നവരുടെ വീടാണ്. അവർ 4 പേർ ഒരുപോലെ പ്രയത്നിച്ചിട്ടും ആ മനുഷ്യനെ ഭവനത്തിൻ്റെ അകത്തേക്ക് എത്തിക്കാൻ കഴിയാതെ വന്നപ്പോൾ ആരോടും അനുവാദം ചോദിക്കാതെ മേൽക്കുര പൊളിച്ച് ആ മനുഷ്യനെ ആ വീടിനകത്തിറക്കി. സുവിശേഷീകരണത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ആ വീടിനെ കുറിച്ച് ഓർക്കും. ആരെങ്കിലും എന്ന് സമ്മതിക്കുമോ മേൽപ്പുര പൊളിച്ച് ഒരു രോഗി ഇറക്കാൻ? എന്നാൽ ആ വീട്ടുടയവന്റെ അനുവാദം കൂടാതെ 4 പേർ ഐക്യതയോടെ ആ മനുഷ്യനെ ഇറക്കിയപ്പോൾ അവരുടെ വിശ്വാസം കണ്ടിട്ട് ദൈവം അവിടെ അത്ഭുതം ചെയ്തെങ്കിൽ ഈ സുവിശേഷ യോഗത്തിനു വേണ്ടി ഭവനം തുറന്നു കൊടുത്ത, അതിന്റെ മുറ്റം കൊടുത്ത ഈ കുടുംബത്തിന്റെ ഹൃദയ വിശാലതയുടെ മുൻപിൽ ഈ ദേശത്ത് ചിലത് വിടുവിക്കപ്പെടുമെന്ന് ഞാൻ ആത്മാവിനൊരു ദൂത് പറഞ്ഞ് ആരംഭിക്കുകയാണ്. അനേക നാളുകളായി ബന്ധിക്കപ്പെട്ട അടിമത്തത്തിൽ കിടക്കുന്ന ചിലതിനെ വീണ്ടെടുക്കുവാൻ, അന്ധകാര ശക്തിയുടെ പിടിയിൽ അമർന്ന ചില കുടുംബങ്ങൾ വിടുവിക്കപ്പെടുവാൻ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ദൈവദാസിദാസന്മാരെ, ഈ ദേശത്തൊരു വലിയ കൊയ്ത്തിനു വേണ്ടി ദൈവം ഈ സഭയെയും ഈ കുടുംബത്തെയും ഉണർത്തുമെന്ന് ഞാൻ ആത്മാവിൽ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ ഇങ്ങനൊരു വാക്യമുണ്ട്: എന്റെ ജനം കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ട് വിരിക്കുന്നു. അവരെ മടക്കി തരിക എന്ന് ആരും പറയുന്നില്ല. അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? പാപത്തിന്റെ കുഴിക്കകത്ത് അകപ്പെട്ട് പുറത്തു വരാൻ കഴിയാത്ത വിധത്തിൽ കാരാഗ്രഹങ്ങൾക്കകത്ത് അടയ്ക്കപ്പെട്ട് ജനം എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുമ്പോൾ അവരെ മടക്കി തരിക എന്ന് പറയാൻ അധികാരമുള്ള ഒരേ ഒരു കൂട്ടം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്. ഇന്ന് രാത്രി ദേശത്ത് വർഷങ്ങളായി പാരമ്പര്യത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന, ആരും വിചാരിച്ചിട്ട് മാനസാന്തരം വരാത്ത, എത്ര രോഗത്തിന് ചികിത്സിച്ചിട്ടും സൗഖ്യം വരാത്ത ചിലത് കിടക്കുമ്പോൾ അതിനെ മടക്കി തരുവാൻ പ്രാർത്ഥിക്കാൻ ദേശത്ത് ദൈവജനം ഉണർന്നാൽ നാം പോലും അറിയാത്തൊരു അത്ഭുതം ഈ ദേശത്ത് സംഭവിക്കാൻ പോകുകയാണ്. ഞാനത് ആത്മാവിൽ കണ്ടുകൊണ്ട് സ്തോത്രം ചെയ്യുക. എത്ര പേരെന്നോട് ചേർന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്യും? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പവർ ഉണ്ട് കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ചിലത് വിടുതൽ പ്രാപിക്കും, ചിലത് കുഴിക്കകത്തുനിന്ന് പുറത്തു വരും. ആരും വിടുവിക്കാൻ കഴിയാതെ വണ്ണം തകർന്നു പോയ ചില കുടുംബങ്ങൾ ഈ ദിവസങ്ങൾ വിടുവിക്കപ്പെടാൻ പോകുക. പിശാച് ചിലതിനെ കരങ്ങളിൽ എടുത്തു. അകത്തളങ്ങളിൽ സ്വസ്ഥതയില്ല, ദൈവിക സമാധാനം നഷ്ടപ്പെടുക, തമ്മിൽ സംശയത്തിന്റെ മുൾമുരയിൽ നിൽക്കുക, അപവാദ പ്രചരണങ്ങൾക്ക് വേണ്ടി ഇറങ്ങുക. ഇതിന്റെ നടുവിൽ ദൈവത്തെ സേവിക്കാൻ വിശ്വസ്തയോടെ ഇറങ്ങുന്ന ഒരു കൂട്ടം ജനത്തെ ദൈവം മാനിക്കും. രാത്രി ഞാൻ പറയാം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്, കർത്താവിന്റെ കൽപ്പന അനുസരിച്ചവരാണ്, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. പക്ഷേ തൊട്ടടുത്തുള്ള ഒരു വ്യക്തിയെ തിരിച്ചറിഞ്ഞ് മാനസാന്തരത്തിലേക്ക് നയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്. അതുകൊണ്ട് ഈ സുവിശേഷ യോഗം അനേകർക്ക് ഒരു മാറ്റത്തിന് കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സുവിശേഷം ഒരിക്കലും ആരെയും നൊമ്പരപ്പെടുത്തുന്നില്ല. മതങ്ങൾക്കതീതമായ ദൈവസ്നേഹത്തെ കൊണ്ട് ജനത്തെ സ്വാധീനിക്കുന്നതാണ് സുവിശേഷം. അതുകൊണ്ട് തന്നെ ദീർഘവർഷങ്ങളായിട്ടും ഞങ്ങൾ ഈ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഒട്ടും വിഷമം കാണിക്കുന്നില്ല. കാരണം ഞങ്ങൾ പറയുന്ന ഈ സുവിശേഷത്തിന് ഞങ്ങളെക്കാൾ ഗ്യാരണ്ടി ഉണ്ട്. എന്നൂടെ പറയാം, പ്രസംഗിക്കുന്ന ഞങ്ങൾക്ക് തിരിച്ചു വീട്ടിലെത്താമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. പക്ഷേ ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം കഴിഞ്ഞ 2023 വർഷം കഴിഞ്ഞിട്ടും അത് ശക്തിയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ആർക്കും രൂപാന്തരപ്പെടുത്താൻ കഴിയാതെ ജയിലറകളിൽ ഇടിച്ചുകൊണ്ടിട്ട്, പോലീസുകാരുടെ മർദ്ദനമേറ്റിട്ട്, സത്യം പറയാതെ പിന്നെയും ഇരുന്ന പ്രിയപ്പെട്ടവർ സുവിശേഷത്തിന്റെ മുൻപിൽ നിലവിളിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ടവർ ജീവപര്യന്തം കർത്താവിനെ സേവിക്കുവാൻ തീരുമാനമെടുത്ത ഈ സുവിശേഷത്തിന്റെ മുൻപിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ദൈവത്തെ ഇന്ന് രാത്രിയിലും ഞങ്ങൾ ഈ കരിപ്പണിയുടെ മണ്ണിൽ ഉയർത്തുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ സുവിശേഷം
സുവിശേഷത്തെ കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളിത് പറയും, മരിക്കേണ്ടി വന്നാലും പറയും. ഇനി ഒരു വേള ഞങ്ങളിത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഞങ്ങളെ ഈ ലോകത്ത് നിന്ന് മാറ്റിയാലും ഞങ്ങൾക്ക് ഒരു പ്രയാസവും ഇല്ല. കാരണം ഇത് ഞങ്ങളെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ക്രിസ്തുവിൽ ആദരണീയനായിരുന്ന ഡോക്ടർ ബില്ലി ഗ്രഹാം ഏറിയ വർഷങ്ങൾ അദ്ദേഹം സുവിശേഷത്തിന്റെ വക്താവായി പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ പ്രഭാഷണം നടക്കുമ്പോൾ അൽഷിമേഴ്സ് ഒക്കെ വന്ന് തനിക്ക് വേണ്ടതുപോലെ ഓർമ്മയൊന്നുമില്ലാത്തൊരു സമയമായിരുന്നു അത്. അങ്ങ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടൊരു സ്ഥലത്തിരുത്തി ഏറ്റവും ഒടുവിലത്തെ സുവിശേഷ യോഗം നടക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തോട് പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് എവിടെയാ പോകുന്നതെന്ന് അറിയാം. അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു സംഭവം പറഞ്ഞു. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന ശാസ്ത്രജ്ഞൻ ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുക. അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ TTR വന്ന് ചോദിച്ചു, ടിക്കറ്റ് കാണിക്കും. ഇദ്ദേഹം ടിക്കറ്റ് തപ്പാൻ തുടങ്ങി. ടിക്കറ്റ് എവിടെയാ വെച്ചതെന്ന് അദ്ദേഹം ഓർക്കുന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം TTR സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനസ്സിലായത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആ TTR തന്റെ ചെവിയിൽ പറഞ്ഞു, സാരമില്ല, ടിക്കറ്റ് കാണിക്കേണ്ട, നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. TTR അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് പോയി. എല്ലാം പരിശോധിച്ച് തിരിച്ചു വന്നപ്പോഴും ഇദ്ദേഹം ടിക്കറ്റ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വീണ്ടും TTR എന്ന് പറഞ്ഞു, ടിക്കറ്റ് എനിക്ക് കാണണ്ട, എനിക്ക് നിങ്ങൾ ആരാണെന്ന് മനസ്സിലായി, അതുകൊണ്ട് ധൈര്യമായിട്ട് യാത്ര ചെയ്തു. ആൽബർട്ട് ഐൻസ്റ്റീൻ TTRനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായി, പക്ഷെ ഞാൻ ടിക്കറ്റ് തപ്പുന്നതിന്റെ കാരണം എനിക്ക് എവിടെ ഇറങ്ങണ്ടെന്ന് അറിയില്ലാത്തത് കൊണ്ടാണ്. ഇത് പറഞ്ഞിട്ടാണ് ബില്ലി ഗ്രഹാം പറഞ്ഞത്, എനിക്കറിയാം ഇവിടം വിട്ടാൽ എങ്ങോട്ടാ പോകുന്നത്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നവരോട് ഞാനൊരു ദൂത് പറയാം. പോകുന്നത് എവിടാന്ന് ഉറപ്പുണ്ടെങ്കിൽ പോകുന്ന വഴിയിലെ പ്രതിസന്ധികളെ വലുതായി കാണണ്ട. പ്രതിസന്ധികൾ ഇല്ലാത്തൊരു ക്രിസ്തീയ ജീവിതം തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. ഇന്ന് പുതിയ ന്യൂ ജനറേഷൻ സഭകൾ വർദ്ധിച്ചു, കാലഘട്ടം മാറി, എല്ലാം സമൃദ്ധിയാണ്, പ്രോസ്പെരിറ്റിയാണെന്നൊക്കെ വിവരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോഴും തെറ്റു പറ്റരുത്. എന്റെ കയ്യിലിരിക്കുന്ന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം, അരിമനാഥനായ കർത്താവ് പോകുന്നതിന് മുൻപ് തന്റെ അരിമ ശിഷ്യന്മാരോട് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിൽ കഷ്ടമില്ലാത്ത സന്തോഷകരമായ ഒരു ജീവിതം പ്രദാനം ചെയ്യാമെന്നല്ല പറഞ്ഞത്. അനവധി കഷ്ടങ്ങളിലൂടെ സ്വർഗരാജ്യത്തിൽ എത്തണമെന്ന് പറഞ്ഞെങ്കിൽ ഇന്നത്തെ പ്രതിസന്ധി കണ്ടുകൊണ്ട് ഈ മാർഗത്തെ തെറ്റിദ്ധരിക്കേണ്ട, പുറകോട്ട് പോകണ്ട, തളർന്ന് ക്ഷീണിക്കേണ്ട. ഇതിനകത്ത് സ്വർഗം ഒരു വഴി തുറക്കാൻ പോകുക. ഇത് ഞാൻ ആരംഭത്തിൽ പറയാം. മുമ്പോട്ടുള്ള വഴി കാണാതെ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ഇതിനകത്തുണ്ടെങ്കിൽ, നീ അറിയാത്തൊരു വഴി അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് എനിക്കും നിങ്ങൾക്കും വേണ്ടി തുറന്നൊരു വഴിയുണ്ടല്ലോ, അത് ഈ ദിവസങ്ങൾ വെളിപ്പെടാൻ പോകുകയാണ്. യോർദാൻ സമമായ പ്രശ്നങ്ങളുടെ നടുവിലൂടെ പോകുന്നവരുണ്ടോ? ഇനി അങ്ങനെ അക്കരെ കിടക്കും, എനിക്ക് അക്കരെ കിടക്കാൻ കഴിയില്ല. ഇന്ന് രാത്രി സ്വർഗം അവരോടൊരു ദൂത് പറയുക, യോർദാന്റെ അടുക്കലേക്ക് പോകാൻ ആര് തയ്യാറാകും? യോശുവയോട് ദൈവം പറഞ്ഞു, ആരെയാണ് അയക്കേണ്ടതെന്നറിയാമോ? പെട്ടകത്തിന്റെ തഴമ്പ് തോളിലുള്ള ചിലത് ഇതിനകത്തുണ്ട്. വർഷങ്ങൾ പെട്ടകം ചുമന്നതിന്റെ തഴമ്പ് തോളിലുള്ള പുരോഹിതന്മാർ ഇവിടെ ഉണ്ട്. അവരെ പെട്ടകവുമായി മുമ്പോട്ട് പോകട്ടെ. അവരുടെ കാല് വെള്ളത്തിൽ മുട്ടുമ്പോൾ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത തരത്തിൽ ഈ യോർദാനൊരു വഴിമാറ്റം സംഭവിക്കും. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, ഈ യോർദാൻ നിന്റെ മുമ്പിൽ കുത്തിയൊഴുകുമ്പോൾ നീ ഭയപ്പെട്ട് നിരാശപ്പെട്ട് മാറണ്ട. പരിശുദ്ധാത്മാവിനകത്തിരിക്കുന്ന ചിലതിനെ ആത്മാവിൽ വിവേചിച്ചുകൊണ്ട് പറയുക, യോർദാനെ നീ പിൻവാങ്ങുന്നുണ്ട്. ചോദ്യത്തിന് യോർദാന്റെ മറുപടി കേൾക്കണമോ? എന്നെ സൃഷ്ടിച്ച, എന്നെ വിളിച്ചു വരുത്തുന്ന ആ സർവശക്തനായ ദൈവത്തിന്റെ നാമവും വഹിച്ചു വരുന്ന ഈ ജനത്തിന്റെ മുൻപിൽ എനിക്ക് വഴിമാറാതിരിക്കാൻ കഴിയില്ല. എന്തോ ഞാനൊരു പൊതുയോഗത്തിലാണ് പ്രസംഗിക്കുന്നതെന്ന് എനിക്കറിയാം. പുറത്തുള്ളവർക്കുള്ള ദൂതാണ് ഞാൻ ഒരുക്കിയത്. പക്ഷെ ഇതിനകത്തിരിക്കുന്ന ചിലതിനോട് പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത് പറഞ്ഞിട്ട് ഞാൻ പുറത്തുള്ളവരിലേക്ക് പോകാം. ഞാൻ പറയട്ടെ, നിന്റെ മുൻപിൽ കുത്തിയൊഴുകുന്ന യോർദാൻ, കൊയ്ത്തുകാലത്ത് വേനൽക്കാലത്ത് പോലും കരകവിഞ്ഞൊഴുകുന്ന യോർദാനെ കണ്ടുകൊണ്ട് ഭയപ്പെട്ട് നിൽക്കുന്ന യോശുവയുടെ മുൻപിൽ പെട്ടകം തോളിൽ ചുമന്ന ചിലരുടെ ഉള്ളങ്കാൽ വെക്കാൻ പറഞ്ഞെങ്കിൽ നിന്റെ കാൽ
പ്രാപിച്ചു കഴിയുമ്പോൾ നീ വെക്കുന്ന കാല് ആ കല്ലിലേക്ക് വെക്കുമ്പോൾ യോർദാൻ അങ്ങ് വഴിമാറും. യെസ്, ഈ രാത്രി ചില യോർദാനുകൾ വഴിമാറാൻ പോവാ. നിന്റെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന ചില യോർദാനുകൾ ഈ രാത്രി വഴിമാറുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. നിനക്കെതിരെ ഒരുക്കി വെച്ച ശത്രുവിന്റെ തന്ത്രങ്ങളെ അതിജീവിക്കാനുള്ള ബലം നിന്റെ കാലുകൾക്ക് തരുമെന്ന്, കാലിന്റെ മേലൊരു ദൈവശക്തി വ്യാപരിക്കുമെന്ന്. ഈ പട്ടണത്തിലൂടെ, ദേശത്തിലൂടെ, ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ നിന്റെ കാലിന്റെ മേലുള്ള ബലമോടെ ചലിക്കും. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വചനത്തിലേക്ക് ഇതുവരെ കടന്നില്ല. അതിനു മുൻപ് ദൈവാത്മാവിനെ ഓർപ്പിച്ച ദൂത് പറയുകയായിരുന്നു. നല്ലൊരു കാര്യം, പെട്ടകൻ ചുമന്നവൻ അവിടെ നിൽക്കേണ്ടി വരും മണിക്കൂറുകൾ. 30 ലക്ഷം ജനം അക്കരെ കടക്കുന്നവരെ, എന്റെ ദൈവമേ, തോളുമല്ലാതെ വേദനിക്കുന്നല്ലോ. ഈ പെട്ടകം ഒന്ന് ഇറക്കി വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ജനം അക്കരെ കടന്നില്ല. രാത്രി ചിലതിനോട് ഞാൻ ആത്മാവിൽ പറയാം, ജനം അക്കരെ കടക്കുന്നവരെ നീ സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. നീ ചിലപ്പോൾ നാളുകൾ കരയേണ്ടി വരും. നിനക്കൊപ്പമുള്ള പലരും മുന്നേറുന്ന കണ്ടു നീ നിലവിളിക്കേണ്ടി വരും. പക്ഷെ ദൈവമാണ് നിന്നെ വിളിച്ചതെന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ ചെല്ലാതെ യോർദാൻ മടങ്ങി വരത്തില്ലെന്ന്, നീ ചെല്ലുന്നത് വരെ യോർദാൻ അവിടെ നിൽക്കുമെന്ന്, നീ അക്കരെ കടക്കുന്നത് വരെ, നീ അക്കരെ എത്തുന്നത് വരെ യോർദാനെ കണ്ടു നീ പരിഭ്രമിക്കേണ്ടെന്ന്. ഹല്ലേലൂയ. ഞാൻ പറയാനിരുന്ന ദൂതല്ലെങ്കിലും പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടങ്ങ് പറഞ്ഞതാ. കേറി അങ്ങ് പോകാൻ നേരത്ത് ദൈവം പറഞ്ഞു, നീ ഇത്രേ സമയം ഈ 30 ലക്ഷം ജനം അക്കരെ കടക്കുന്നവരെ കാലി ചവിട്ടി നിന്നില്ലേ? ചെളിക്കകത്ത് താണുപോകാതെ നിന്റെ കാൽ ഉറപ്പിച്ച് നിർത്തിയ കല്ലുണ്ടല്ലോ, ആ കല്ല് പെറുക്കാൻ പറഞ്ഞു. 12 കല്ല് അങ്ങോട്ട് പെറുക്കി. അത് പെറുക്കിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് എന്റെ ഭാഷയെ പറഞ്ഞത് ഷോക്കേസിനകത്തിരിക്കുക. കുറെ കഴിയുമ്പോ പിള്ളേരെല്ലാം അമേരിക്കയിലും ഉഗാണ്ടയിലും ഒക്കെ ആയി. കൊച്ചുങ്ങൾക്ക് അറിയത്തില്ല യോർദാൻ പറ്റിയതൊന്നും. യോർദാനോ? ഏത് യോർദാന്? ഒരു യോർദാനും പറ്റിയിട്ടില്ല. അവരപ്പൊ പറയുന്നുണ്ട്, ആ ഷോക്കേസിനകത്തിരിക്കുന്ന കല്ലുകൾ കണ്ടോ? കല്ലെന്നൊക്കെ പറഞ്ഞ പിള്ളേർക്ക് മനസ്സിലാവും. ഈ കല്ലുണ്ടല്ലോ, ഞങ്ങൾ ഇക്കര കടന്നതിന്റെ അടയാളമാണ്. രാത്രി നിന്റെ യോർദാൻ കടന്നു നീ അക്കരെ എത്തുമ്പോ എല്ലാം അങ്ങ് മറക്കരുത്. എന്തോ സംഭവമാണെന്ന് പറഞ്ഞ് മാറരുത്. അതിനാ കർത്താവ് പറയാ, ചിലതൊക്കെ പെറുക്കി എടുക്കണം. എന്റെ ഭാഷയെ പറഞ്ഞ ചിലതൊക്കെ ഡയറിയിൽ എഴുതി വെക്കണം. വരുന്ന തലമുറയ്ക്ക് കൊടുക്കേണ്ടത് മറ്റൊന്നുമല്ല, നിനക്ക് വേണ്ടി വറ്റിയ യോർദാനെ കുറിച്ച്. നിങ്ങളുടെ അടുത്ത തലമുറ ആരാകണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. പിള്ളേരെ നമ്മൾ എന്ത് പഠിപ്പിക്കുന്നു അതായിരിക്കും പിള്ളേർ. കുറ്റം പറഞ്ഞു പഠിപ്പിച്ച പിള്ളേർ ജീവിതത്തിൽ കുറ്റം പറയത്തു. നല്ലത് പറഞ്ഞു പഠിപ്പിച്ച പിള്ളേർ നല്ലതേ പറയുള്ളൂ. സുവിശേഷകാരക്കാരാകാനുള്ള ആഗ്രഹമാണ് വീട്ടിലുള്ളതെങ്കിൽ അവയെ ഉണ്ടാകത്തുള്ളത് കൊണ്ട് വീടിനകം സൂക്ഷിക്കണം കേട്ടോ. വീടിനകത്തെ ചർച്ചകളൊക്കെ സൂക്ഷിക്കണം. ഈ മാർഗം വിട്ട് പിന്മാറുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ എനിക്കറിയാം. കുടുംബത്തിനകത്തെ സ്വസ്ഥതയില്ലായ്മ കണ്ട് എനിക്ക് ഈ മാർഗം വേണ്ടെന്ന് പറഞ്ഞ് പിന്മാറിപ്പോയ 100 കണക്കിന് ചെറുപ്പക്കാരുടെ കയ്യിൽ, എന്റെ കയ്യിൽ എനിക്കറിയാം. നിങ്ങൾക്ക് ഞാൻ വേണേ പറഞ്ഞു തരാം. അതിന്റെ കാരണം ഇതിനകത്ത് വന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരിതാപകരമായ അവസ്ഥയാണ്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ആഴത്തിലൊരു ദൂത് പറഞ്ഞിട്ട് ഞാൻ വചനത്തിലേക്ക് കടക്കുക. കുടുംബജീവിതത്തിന്റെ അകത്തളങ്ങളിൽ ദൈവിക സ്വസ്ഥത അനുഭവിച്ചില്ലെങ്കിൽ തലമുറയെ കാണാൻ പറ്റില്ല. തലമുറയെ ദേശത്തെങ്ങും കാണാൻ പറ്റില്ല. നമ്മളെടുത്ത പുസ്തകം അവർ വിറ്റ് പണം മേടിക്കും. മനസ്സിലാകുന്നുണ്ടോ? MBBS പഠിക്കാൻ പോയ മകനൊരു ബൈബിള് കൊടുത്തു വിട്ട ചരിത്രം എനിക്കറിയാം. ആ മോനോട് പറഞ്ഞു, നീ എന്നും രാവിലെയും വൈകിട്ടും ഇത് വായിക്കണം. അവൻ നോക്കിയപ്പോ ഏറ്റവും വലിയ പുസ്തകമാണ്. അവന് ഭക്ഷണം കഴിക്കാനില്ലാതെ വന്നപ്പോൾ അവൻ ആ പുസ്തകം എടുത്തങ്ങ് വിറ്റു. അമ്മ നാട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ എന്റെ കൊച്ച് ഡോക്ടറായിട്ട് വരുമ്പോ അവനൊരു സുവിശേഷകനായിട്ടും കൂടെ വരണേ. അവരെ ആ പുസ്തകം വിറ്റിട്ട് നാളായി, അമ്മ അറിയുന്നില്ല. പക്ഷെ ദൈവം ആർക്കും കടക്കാരനല്ല കേട്ടോ. കുറച്ച് കാലം കഴിഞ്ഞ് ഡോക്ടറായിട്ട് ഇവൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ 14 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്നൊരു മനുഷ്യൻ താഴെ വീണു. ആ മനുഷ്യനെ ബോധമില്ലാത്തവനായി തന്റെ മുമ്പിൽ
കൊണ്ടുവന്ന് ചില മിനിറ്റുകൾക്കുള്ളിൽ ആ മനുഷ്യൻ മരിച്ചു. അയാൾ ആരാന്നറിയില്ല. അയാളുടെ കയ്യിൽ ഒരു തുണിസഞ്ചി മാത്രം ഉണ്ടായിരുന്നു. ആ സഞ്ചി ആരൊക്കെ എടുത്തോണ്ട് വന്നു. ആ സഞ്ചിക്കകത്ത് നോക്കി ഇയാളെ കണ്ടുപിടിക്കാമെന്നോർത്ത് സഞ്ചിക്കകത്തേക്ക് കൈയിടുമ്പോൾ ഈ ഡോക്ടർ കാണുന്ന കാഴ്ച വർഷങ്ങൾക്ക് മുൻപ് MBBS പഠിക്കാനായി തന്നെ വിടുമ്പോൾ തന്റെ അമ്മ തന്റെ കയ്യിൽ തന്ന പുസ്തകമാണ്. തൂക്കി വിറ്റതാ, പക്ഷെ അത് മടങ്ങി വന്നു. അന്ന് ആ ഡോക്ടറോടെ മുട്ടുകുത്തി മാനസാന്തരപ്പെട്ടു വന്ന ചരിത്രം. ഞാൻ ഇന്ന് പറഞ്ഞതിന്റെ കാരണം, നമ്മുടെ തലമുറയെ വളർത്തേണ്ട വഴിയിലൂടെ വളർത്തിയില്ലെങ്കിൽ അവർ ദൈവകൃപയിൽ കാണുകയില്ല. അകത്തലങ്ങളിലെ അസ്വസ്ഥതകൾ നമ്മുടെ തലമുറകളെ ബാധിക്കരുത്. കുടുംബജീവിതത്തിന്റെ അകത്തലങ്ങളിലെ അസ്വാരസ്യങ്ങൾ നമ്മുടെ തലമുറകളെ ബാധിക്കരുത്. ഇന്ന് രാത്രി തലമുറയ്ക്ക് വേണ്ടി കോംപ്രമൈസിന് തയ്യാറാകണം. പിശാച് കുടുംബങ്ങളെ വഴിതെറ്റിക്കുന്നു. പിശാച് കുടുംബങ്ങളെ അമ്മാനമാടുകയാ. അതിന് നടുവിൽ പ്രാർത്ഥിക്കുന്നവർ ഉണരട്ടെ. പ്രാർത്ഥിക്കുന്നവർ കോംപ്രമൈസിന് തയ്യാറാകട്ടെ. ക്ഷമിക്കാൻ തയ്യാറാകട്ടെ. താഴാൻ തയ്യാറാകട്ടെ. സ്നേഹിക്കാൻ തയ്യാറാകട്ടെ. ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരട്ടെ. വിടുവിക്കപ്പെടട്ടെ ദേശങ്ങൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ. രാത്രി കർത്താവിനെ ഏൽപ്പിച്ച സന്ദേശത്തിലേക്ക് ഞാൻ കടക്കുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ 3 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ എന്റെ സമയപരിധിക്കകത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. 1, ദൈവത്തിൽ നിന്നും ജനിക്കുക. 2, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. 3, വിശ്വാസത്താൽ ലോകത്തെ ജയിക്കുക. ദൈവത്തിൽ നിന്ന് ജനിക്കുക, അതാണ് 1-ാമത്തെ കാര്യം. ദൈവത്തിൽ നിന്ന് ജനിക്കുക. സാധാരണ ജനനങ്ങളെല്ലാം ജഡത്തിന്റെ ഇഷ്ടത്താലും പുരുഷന്റെ ഇഷ്ടത്താലും ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നുമാണ്. അതിനകത്ത് ജനിക്കുന്നവന് യാതൊരു പ്രാധാന്യവുമില്ല. അവൻ തീരുമാനിച്ചിട്ടല്ല ഏത് വീട്ടിൽ ഏത് ദേശത്ത് ഞാൻ ജനിക്കണമെന്നുള്ളത്. എന്നാൽ അവൻ ദൈവത്തിന്റെ സൃഷ്ടിക്കകത്തുള്ളയാളായതുകൊണ്ട് അവൻ ജനിച്ചു എന്ന് മാത്രം. എന്നാൽ ആ ജനനത്തിലൂടെ ആർക്കും ദൈവത്തിന്റെ മക്കളാകാൻ കഴിയില്ല. ദൈവത്തിന്റെ മക്കളാകണമെങ്കിൽ ബർത്ത് ഫ്രം എബവ്, ബോൺ ഫ്രം എബവ് എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് ജനിക്കണം. നമുക്കറിയാം, പരീക്ഷ പ്രമാണിയായ നിക്കോദേമോസ് യേശുവിന്റെ അടുക്കൽ വന്നു. യേശു അവനോട് പറഞ്ഞു, ആമേൻ ആമേൻ, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യം കാണാൻ കഴിയില്ല. അവൻ ചോദിച്ചു, ഞാൻ ഇത്രയും പ്രായമായ ആള്, എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നീ കടന്ന് ജനിക്കാൻ പറ്റുമോ? കർത്താവ് പറഞ്ഞല്ല, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കാം. പിന്നെ നിൽക്കുക സംശയത്തിൽ. കാരണം ആരും കാണാതെ രഹസ്യത്തിലാണല്ലോ വന്നേ. ചിലരുടെ അങ്ങനെ യേശുവിനെ കാണാൻ രഹസ്യത്തിൽ വരും. പരസ്യമായിട്ട് അവര് നിൽക്കുന്നിടത്തൊന്നും മാറത്തില്ല. രഹസ്യമായി എന്നാലും വേണ്ടിയല്ല, കർത്താവിനെ അറിഞ്ഞാൽ മതി. അതെല്ലാ കാലവും നീണ്ടു പോകാനൊന്നും ദൈവം സമ്മതിക്കത്തില്ല, പരസ്യമാക്കും. എത്ര ഒളിച്ചു വെച്ചാലും ദൈവഭക്തരായവർ പുറത്തു വരും. ഞാൻ ചെങ്ങന്നൂർ കോടുകുളഞ്ഞി ജനിച്ചു വളർന്നയാളാണ്. എന്നെ വിവാഹം ചെയ്ത് കൊണ്ടുചെല്ലുന്ന സമയത്ത് മഷിയിട്ട് നോക്കിയ ഒരു വിശ്വാസിയെ കാണാനില്ലാത്ത സ്ഥലത്ത് എന്നെ കൊണ്ടുചെല്ലും. അപ്പൊ ഞങ്ങൾ ഈ വിശ്വാസികൾ വേദപുസ്തകമൊക്കെ പിടിച്ചോണ്ട് പോകുമ്പോൾ അവർക്കൊരു രസമാണ്, അവർ കളിയാക്കും. ഞാൻ ഈ വെള്ളയൊക്കെ എടുത്തോണ്ട് പോകുമ്പോൾ അവരതിന് വേറെ അർത്ഥങ്ങളൊക്കെ പറയും. ഇതൊക്കെ കേട്ട് അക്കാലത്തൊക്കെ ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. അന്ന് 19 വയസ്സേ ഉള്ളു. അപ്പൊ നമുക്കറിയാമല്ലോ, ഈ ബിഷപ്പ് മൂർ കോളേജിലൊക്കെ പഠിച്ച് ആ ഒരു യൗവനത്തിന്റെ ഒക്കെ തിളപ്പിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമമൊക്കെ തോന്നും. എന്നാലും മറുപടി ഒന്നും പറയത്തില്ല, മിണ്ടാതെ ചിരിച്ചോണ്ടൊക്കെ പോകും. ചിരിച്ചോണ്ട് തന്നെ നിൽക്കുന്നതുകൊണ്ട് പിറ്റേ ദിവസം അവർ കാണുമ്പോൾ ചിലപ്പോൾ സംസാരിക്കും, കുഴപ്പമൊന്നുമില്ല, നമ്മളെ ഇപ്പൊ പിണങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. കുറെ നാളൊക്കെ അത് സഹിച്ചെങ്കിലും ഇന്ന് 100 കണക്കിന് വിശ്വാസികൾ അവിടെ ഉണ്ട്. ഉന്നതന്മാരുടെ കുടുംബങ്ങളിൽ വരെ ദൈവം സ്പർശനം അയച്ചു. ഇവരിൽ പലരും സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറയുന്ന അവരുടെ സാക്ഷ്യങ്ങളിൽ ഒരു കാര്യം, ഞാൻ അതിനെയൊക്കെ മിണ്ടാതെ പോയത് കൊണ്ട്, എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞതിന് തക്ക മറുപടി കൊടുക്കാതെ ചിരിച്ചോണ്ട് പോയത് കൊണ്ടാണ് ഞങ്ങളൊക്കെ വന്നതെന്ന് പറയും. ഞങ്ങളുടെ ദേശത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം യാക്കോബായ സഭയിലെ വലിയ ആളും ഭയങ്കര ബിസിനസ്സുകാരനാണ്.
ഞാൻ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ ബസ് സ്റ്റോപ്പിലൊക്കെ പോയി മണിക്കൂറുകൾ നിൽക്കുമ്പോൾ ഇദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു, ഒരു പണിയില്ല ഈ പുള്ളിക്കാരിക്ക്. നേരം വെളുക്കുമ്പോൾ കൂട്ടായ്മയ്ക്കാതും പറഞ്ഞ് ഇറങ്ങും. ദാസിനൊന്നും ഒതുക്കാൻ കഴിയില്ലാഞ്ഞിട്ടാണെന്നൊക്കെ പറയുന്ന അദ്ദേഹം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പലപ്പോഴും ഷീല കളിയാക്കിയിട്ടുണ്ട്, പക്ഷേ ഇന്ന് ഷീലയുടെ കൂടെ പായിരിക്കുക. ഞാൻ ഇന്ന് രാത്രി ഒരു ദൂത് പറയാം, സുവിശേഷത്തിന്റെ മുൻപിൽ മൗനമാകാൻ പറ്റൂ. ചില സ്ഥലങ്ങളിൽ അപവാദം കേൾക്കുമ്പം നമ്മളൊന്ന് മൗനമായിട്ട് ഇരുന്നു കൊടുക്കാമോ? ദൈവം തെളിയിക്കുമെന്ന്. ദൈവം ചിലത് തെളിയിക്കാൻ പോവാ. കുറച്ചൊന്നും മിണ്ടാതിരുന്നാൽ മതി, അവരെ കൊണ്ട് തന്നെ ദൈവം തിരിച്ചു പറയിപ്പിക്കും. ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയുള്ള കാലഘട്ടമാണ്. ഒരുപാട് അപവാദമൊക്കെ കേട്ട ആ വടക്കൻ മേഖലകളിൽ നിന്നത്. പക്ഷെ അപവാദം പറഞ്ഞവരൊക്കെ ഇന്ന് ദൈവസഭയ്ക്കകത്ത് കൂടെ ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് അപവാദം അന്ന് കേൾക്കുമ്പോൾ വലിയ പ്രയാസമായിരുന്നു. അയ്യോ, അപവാദം കേട്ടാൽ ഉറങ്ങത്തില്ല. പക്ഷെ ഇന്നൊരു അപവാദം കേട്ടില്ലേ ഉറങ്ങാൻ പറ്റില്ല. ആ ഒരു സ്ഥിതിയിലേക്കായി. പറയാനായിട്ടിരിക്കുന്നവർക്കൊരു വകുപ്പ് കൊടുക്കണ്ടേ? അവര് പറയും, എല്ലാ കാലത്തും അവർക്കത് പറയാം. പക്ഷെ നിനക്ക് നിർത്താനൊക്കത്തില്ല. ദൈവം നിന്നെ ഏൽപ്പിച്ച ദൗത്യം നീ നിർത്താനൊക്കത്തില്ല. പറയുന്നവര് പറയട്ടെ. നിനക്കെതിരെ പ്രതികരിക്കുന്നവരെ നോക്കിയൊന്നും നിനക്ക് പിന്മാറാൻ പറ്റില്ല. നിന്നെ ഏൽപ്പിച്ച ദൗത്യം വലുതാണ്. നരകത്തിൽ കിടക്കുന്ന ചിലതിനെ പിടിച്ചെടുക്കുവാൻ അകത്തുള്ള 99 കാടിനകത്ത് പിടിക്കപ്പെട്ട് കിടക്കുന്ന, കൊമ്പ് കുരുങ്ങി കിടക്കുന്ന, ആരും രക്ഷിക്കാൻ ചെല്ലാത്ത ചിലതിന്റെ അടുക്കലേക്ക് എന്നെയും നിങ്ങളെയും അയക്കുവാൻ ദൈവത്തിന് പ്രസാദമാണെങ്കിൽ മറ്റു പലതും നോക്കി പുറകോട്ട് മാറരുത്, മുമ്പോട്ടിറങ്ങണം. അവരെ പിടിച്ചെടുത്ത് ദൈവസഭയിൽ എത്തിക്കുന്നത് വരെ കേൾക്കുന്നത് കേൾക്കട്ടെ, കാണുന്നത് കാണട്ടെ, അതിന് മറുപടി പറയരുത്. ദൈവസന്നിധി ഏൽപ്പിച്ച വിശ്വസ്തയോടെ ചെയ്തു തീർക്കണം. അപ്പൊ ദൈവത്തിന് ജനിച്ചത്, അതിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നിക്കോദിമോസ് പരീക്ഷ പ്രമാണിയാണ്. രാത്രിയിൽ യേശുവിനെ കാണാൻ വന്നത് ആരും അറിയാതിരിക്കാന് രഹസ്യ ശിഷ്യന്മാരാ. ഞാൻ പറഞ്ഞു വന്നത്, ഇന്നും വടക്കൻ ജില്ലയിൽ രഹസ്യമായി ദൈവത്തെ സേവിക്കുന്നവരുണ്ട്. സ്നാനപ്പെട്ടു എന്നറിഞ്ഞാൽ മുള്ളിന്റെ വേങ്ങ പോലുള്ള മരങ്ങൾ വെട്ടി ഉപദ്രവിച്ച ചരിത്രങ്ങൾ എന്റെ അയൽവക്കത്തുണ്ട്. അപ്പൊ നിക്കോദിമോസ് കർത്താവിനോട് ചോദിച്ചപ്പോ പുള്ളിക്ക് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ഒരല്പം ഹൃദയവിശാലതയുള്ള ആളാണ് നിക്കോദിമോസ്. അപ്പൊ പുള്ളിയുടെ വിചാരം നേർച്ച കാഴ്ചകളോ ഏതെങ്കിലും കർമാചാരങ്ങളോ ഒക്കെ കൊണ്ട് രക്ഷപ്പെടാമെന്ന. കർത്താവ് പറഞ്ഞു, ഇതൊന്നും കൊണ്ട് നീ രക്ഷപ്പെടുകയില്ല. ഞാൻ ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ, തൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ സുഗന്ധവർഗം കൊണ്ടുവരാനുള്ള ആളാണ് നിക്കോദിമോസ്. അത് കർത്താവിനെ അറിയാം, നമുക്കറിയത്തില്ല. നാളെ എന്താകുമെന്നറിയാവുന്ന കർത്താവിനറിയാം. രഹസ്യ ശിഷ്യനായ നിക്കോദിമോസ് സുഗന്ധവർഗവും കൊണ്ട് വരും. അതിനകത്തുള്ള പിടിയും കൊണ്ട് ഇവൻ നിൽക്കാതിരിക്കാനാ അവനോട് അപ്പോൾ തന്നെ നീ സ്വർഗത്തിൽ നിന്ന് വന്നവനാന്നൊക്കെ പറഞ്ഞപ്പോ, അതെ ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാന്നും പറഞ്ഞൊന്നും കർത്താവ് ആ പുകഴ്ചയ്ക്കകത്തൊന്നും മറഞ്ഞിരുന്ന് സത്യം വെളിപ്പെടുത്താതിരുന്നില്ല. ഇന്ന് രാത്രി ഞാൻ പറയാം, നമ്മളെ പുകഴ്ത്തുകയോ ഉയർത്തുകയോ പ്രശംസിക്കുകയോ ചെയ്യുമ്പോൾ സുവിശേഷം മറക്കല്ലേ. സുവിശേഷം പറയാൻ വിളിക്കപ്പെട്ടവർ ബാക്കി യാതൊന്നിനകത്തും വീണു പോകരുത്. വീടോ മാളികയോ ഉയർന്ന വാഹനങ്ങളോ ഒക്കെ ലഭിക്കുമ്പോൾ സുവിശേഷം അതിന്റെ താഴെയായി പോകരുത്. ജനിച്ചതും പറയാൻ വിധിക്കപ്പെട്ടതുമായ സുവിശേഷത്തിന് വേണ്ടി നാവ് തുറക്കേണ്ടതിന് പകരം മറ്റൊന്നും കൊണ്ട് തൃപ്തരാകണ്ട. യേശു ആ മാതൃകയാ കാണിച്ചത്. യേശുവിനെ ഉയർത്തിയപ്പോ, നീ സ്വർഗത്തിൽ നിന്ന് വന്ന ആളല്ലേ എന്ന് വെച്ചപ്പോ, അതെ ഞാൻ സ്വർഗത്തിൽ നിന്ന്, നിനക്കത് മനസ്സിലായില്ലേ, എന്നാ നീ പൊക്കോ എന്നല്ല പറഞ്ഞത്. മോനെ, കാര്യമൊക്കെ ശരിയാ, നീ പ്രശംസിച്ചതൊക്കെ സത്യമാ. പക്ഷെ നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ, നീ എനിക്ക് സുഗന്ധവർഗം തന്നതുകൊണ്ടോ, നീ എനിക്ക് കുറച്ചും കൂടെ പണം തന്നതുകൊണ്ടോ, നീ എനിക്ക് വേണ്ടി അമ്പലങ്ങളോ പള്ളികളോ പണിയിപ്പിച്ചത് കൊണ്ടോ ഒന്നും കാര്യമില്ല. നീ ആ മല കയറിയതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്നേ. അതിനേക്കാൾ വലുത് നീ ദൈവത്തിൽ ജനിക്കണം. രാത്രി ദേശനിവാസികളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, നിങ്ങൾ കൊടുക്കുന്ന ഏതെങ്കിലും നേർച്ച കാഴ്ചകൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ലേ? ഇല്ല. ഞാൻ വിശ്വസിക്കുന്ന വേദപുസ്തകം പറയുന്നു, ലോകവും അതിനുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചാൽ ദൈവം നമ്മുടെ അകത്ത് വസിക്കും.
ലോകത്തിലെ ഏറ്റവും ഉന്നതമായ ആലയം പണിതത് ശലോമോനാണ്. ശലോമോൻ മനോഹരമായ ആലയം പണിതിട്ട് അതിന്റെ പ്രതിഷ്ഠാവേളയിൽ ദൈവത്തിന്റെ പ്രത്യക്ഷത അവിടെ വെളിപ്പെട്ടു. ദൈവത്തിന്റെ തേജസ് ഇറങ്ങിയത് മൂലം അവിടെയുള്ള പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കഴിഞ്ഞില്ല. അപ്രകാരമുള്ള ആലയത്തിൽ നിന്നുകൊണ്ട് ശലോമോൻ പറയുക, ദൈവമേ, സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അടങ്ങാത്ത നിന്നെ ഈ ആലയത്തിനകത്ത് ഒതുക്കുവാൻ എനിക്ക് സാധ്യമല്ല. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച സർവസമ്പത്ത് കൊണ്ടും ഉയർന്ന ഒരു ആരാധനാ ഗോപുരം ഉണ്ടാക്കിയത് കൊണ്ട് വീണ്ടും ജനിക്കാതിരുന്നാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകില്ല. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള ഏക യോഗ്യത ദൈവത്തിൽ ജനിക്കുക എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ലോകത്തിലുള്ള ജനിച്ച മക്കൾക്ക് അവകാശം കൊടുക്കുന്നത് പോലെ തന്നെ ദൈവത്തിന് ജനിച്ചവന് ദൈവാവകാശം കൊടുക്കും. അതുകൊണ്ട് ലോകത്തിലുള്ളത് ഒന്നിനകത്തും പ്രശംസിക്കാനില്ലെന്ന് ഈ പറഞ്ഞു. ഞാൻ ഇത്രയൊക്കെ കൊടുത്തതാന്ന് പറഞ്ഞത് കൊണ്ടല്ല, ദൈവത്തിന് ജനിച്ചത് കൊണ്ടാണ് നാം സന്തോഷിക്കേണ്ടത്. അപ്പൊ ദൈവത്തിന് ജനിച്ചാൽ, ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ അകത്ത് സ്വീകരിച്ചാൽ, ആലയങ്ങളുടെ പുറത്തൊക്കെ നിന്ന് എത്രയോ കാലഘട്ടം നമ്മളൊക്കെ തൊഴുതവരല്ലേ. നമുക്കറിയാം, ഏറ്റവും പ്രസിദ്ധമായ ആലയങ്ങളിൽ, അമ്പലങ്ങളിൽ ക്രിസ്ത്യാനികൾ കയറിയാൽ, മറ്റുള്ള ജാതികൾ കയറിയാൽ അകത്തിരിക്കുന്ന ദൈവങ്ങൾ അശുദ്ധമാകും. എന്നാൽ നമ്മുടെ കർത്താവിന്റെ അടുക്കലേക്ക് വന്നേ, അശുദ്ധനായവൻ വന്നാൽ ദൈവം അശുദ്ധനാകുകയില്ല, അവന്റെ അടുക്കൽ നാം വിശുദ്ധരായി മാറുകയാണ്. ഇതാണ് നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത. മതങ്ങൾ അശുദ്ധനാകുമെന്ന് ഭയപ്പെട്ട് അവരുടെ ക്രിയകൾ ചെയ്ത് ഇറങ്ങിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ, അശുദ്ധനായ മനുഷ്യനെ കണ്ട് അവനെ മാറോട് ചേർത്ത് നിർത്തി അവന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി തകർക്കപ്പെട്ട ദൈവസ്നേഹത്തെ ഉയർത്തിക്കൊടുക്കുന്ന മാർഗമാണ് ഈ മാർഗം. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ, ഞാൻ പറഞ്ഞു വരിക, താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്നതുപോലെ മാനുഷിക കൈകളാൽ അവൻ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ? ജീവനും ശ്വാസവും തരുന്ന ദൈവത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റിയത് എന്താ? അവിടെയുള്ള 1 മണിക്കൂർ ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിച്ചാൽ പണം എണ്ണിക്കൊടുക്കണം. അവര് പറഞ്ഞ ഡേറ്റിന് മുമ്പ് ബില്ലടച്ചില്ലെങ്കിൽ ഇലക്ട്രിസിറ്റിക്കാര് ഫ്യൂസ് ഊരിക്കൊണ്ടുപോകും. അവര് തരുന്നതിനൊക്കെ കണക്കുണ്ട്. ഞാനിന്ന് രാത്രി ഒരു ദൂത് അകത്തും പുറത്തുമുള്ളവരോട് പറയാം, 40-ലധികം വാഹനങ്ങൾ കറങ്ങുന്ന അന്തരീക്ഷത്തിനകത്ത് നിന്ന് യഥാർത്ഥത്തിലുള്ള ഓക്സിജനെ മാത്രം നിന്റെ മൂക്കിലൂടെ അകത്തേക്ക് കയറ്റി കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുവാൻ കഴിയുന്ന ഒറ്റ ദൈവമുണ്ട്. ആ ദൈവത്തെ ഈ രാത്രി ഞങ്ങൾ ഈ ദേശത്ത് ഉയർത്തുകയാണ്. വിശ്വസിച്ചുകൊണ്ട് രാമേനോട് പറയാമോ? ഓക്സിജൻ തന്നെ മൂക്കിനകത്തൂടെ കയറണമെങ്കിൽ തമ്പുരാൻ വിചാരിക്കണമെന്ന്. ലക്ഷക്കണക്കിന് ആളുകളുടെ ഇടയിൽ ചില മനുഷ്യർക്ക് ഓക്സിജൻ സിലിണ്ടർ വെച്ചാലും ഓക്സിജൻ ചേർത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവം നമുക്ക് തന്ന ഭാഗ്യം. പ്രൈസ് ഗോഡ്. പകല് മുഴുവൻ സൂര്യപ്രകാശം തന്നതിന് ബില്ലടയ്ക്കാൻ പറഞ്ഞാൽ അംബാനിക്ക് പോലും അടയ്ക്കാൻ പറ്റിയല്ല. അപ്പോഴാ പിന്നെ നമ്മളിങ്ങനെ ഈ പെരുവരലെ നടക്കുന്നത്. എനിക്ക് എന്തോ സംഭവമാണെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി കർത്താവ് പറയാ, ഇതൊന്നും കൊടുക്കാൻ പറ്റത്തില്ലെന്നേ. കൊടുക്കാൻ പറ്റത്തില്ല. ഇത് കൊടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഇത് ഫ്രീ ആയിട്ട് തന്നത്. ഞാൻ ഈ വിഷയത്തിലേക്ക് മടങ്ങി വരിക. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നതിന് പകരം നീ കൊടുക്കുന്ന നേർച്ച കാഴ്ചകൾ പ്രയോജനമല്ല. അപ്പൊ ദൈവത്തിന് ജനിക്കണമെങ്കിൽ നിന്റെ മനസ്സ് മാറണം. മനസ്സിനൊരു ചേഞ്ച് വരാതെ ഒരിക്കലും ദൈവത്തിന് ജനിക്കാൻ പറ്റിയല്ല. കാരണം ദൈവം ആരാണെന്ന് അറിഞ്ഞാലല്ലേ ദൈവത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇന്ന് പലർക്കും ദൈവം ആരാണെന്ന് അറിയത്തില്ല. ആരാന്നൊക്കെ ചോദിച്ചിങ്ങനെ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ഞാൻ ആരാന്നറിയാമോ, ഞാൻ ഇന്നയാളാന്നൊക്കെ പറയുമ്പോ തമ്പുരാൻ ഇതിന് ചിരിക്കുക. ഇവൻ അറിയത്തില്ലല്ലോ ഇവൻ ആരാന്ന്.
നടക്കും, ചിലര് വിളിച്ചു കൂവിക്കൊണ്ടൊക്കെ നടക്കും. പക്ഷെ ഒന്ന് തൊട്ട ഒരു കൊറോണ അയലക്കത്തൂടെ വന്നാൽ മതി, ആളിന്റെ ഇടപാട് പോലും എല്ലാം കണ്ടു കഴിഞ്ഞു. നമ്മള് ഭയങ്കര വീര്യമുള്ള ഒരുപാട് മരുന്നുകൾ ഉപയോഗിച്ചിട്ട് മാറാരോഗികളായി ഇന്നും അകത്തളങ്ങളിൽ ഇരിക്കുക. എന്തിനാണെന്നറിയാമോ? ദൈവത്തെ ഒന്ന് തിരിച്ചറിയാൻ. ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന കാര്യം എനിക്ക് പറയുന്നു. ഞാനൊരു കാര്യം അകത്തുള്ളവരോട് പറയാം, എടുത്തോണ്ട് പോകാതെ നടന്നു പോയി സ്നാനക്കുളത്തിൽ ഇറങ്ങിയവരൊക്കെ ഇന്ന് ദൈവത്തെ സ്തുതിക്കണ്ടേ? പ്രൈസ് ദി ലോർഡ്. ഈ എടുക്കാനിരിക്കുന്നവരെ വെയിറ്റ് ചെയ്യല്ലേ, ഒത്തിരി പേർക്ക് ബുദ്ധിമുട്ടാണ്. ഒരുപാട് പേര് ചുമക്കേണ്ടി വരും. ഒത്തിരി പേര് ചുമക്കുന്നതിന് മുമ്പ് തന്നെ ആരോഗ്യമുള്ളപ്പോൾ ഇറങ്ങി നിന്ന് കർത്താവിനെ ഒന്ന് സ്വീകരിക്കുക, കർത്താവിന്റെ കൽപ്പന ഒന്ന് അനുസരിക്കുക. അങ്ങനെ ഭാഗ്യം ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിച്ചവർ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ ലോകത്തെ ജയിക്കും. എന്താ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം? യേശു ആരാണെന്ന് വിശ്വസിക്കണം. പല ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദൈവമല്ല യേശു. പേര് പറയപ്പെട്ട ഒരുപാട് പേരുടെ ഇടയിലുള്ള ഒരു ദൈവമല്ല. പഴയ നിയമത്തിലെ ഏറ്റവും വിശ്വാസവീരനായ മനുഷ്യനാണ് അബ്രഹാം. അബ്രഹാമിന്റെ വീടിനകത്ത് ബിംബങ്ങളെ ഉണ്ടാക്കുന്ന വീടാണ്. തന്റെ അപ്പനായ തേരഹ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന മനുഷ്യനാണ്. അപ്പൊ വീടിനകത്ത് ചെന്ന മുഴുവൻ കുട്ടി വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വെച്ചിരിക്കുക. അബ്രഹാമും അതിന്റെ പിന്നാലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നടന്നയാളാണ്. പക്ഷേ താൻ ശ്രദ്ധിച്ചപ്പോൾ ഈ ഉണ്ടാക്കി വെച്ച വിഗ്രഹങ്ങൾക്കൊന്നും തേജസ്സില്ല. കൈപ്പണിയായതിനൊന്നും തേജസ് കാണാതിരുന്നപ്പോൾ തേജോമയനായ ഒരു ദൈവത്തെ ഹൃദയ കണ്ണുകൊണ്ട് താൻ കണ്ടു. ആ ദൈവത്തിൽ താൻ വിശ്വസിച്ചു. ആ വിശ്വാസത്താൽ തനിക്കുള്ളതെല്ലാം വിട്ടു താൻ പുറപ്പെട്ടു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയാം, യഥാർത്ഥ ജീവനുള്ള ദൈവത്തെ നീ തിരിച്ചറിഞ്ഞാൽ നിനക്കുള്ളതെല്ലാം വിലയില്ലാത്തതാണെന്ന് നീ തിരിച്ചറിയും. നിനക്കുള്ളതെല്ലാം ചവറാണെന്ന് തിരിച്ചറിയും. ലോകത്തിലെ സമ്പാദ്യങ്ങൾ മുഴുവൻ ചവറാണെന്ന് തിരിച്ചറിയണമെങ്കിൽ യഥാർത്ഥമായി യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. യേശു ആരാണെന്ന് മനസ്സിലായ ഭക്തി അടങ്ങും. അവന്റെ മുൻപിൽ യാതൊരു സൃഷ്ടിക്കും അവനേക്കാൾ വിലയില്ലെന്ന് തിരിച്ചറിയും. ഇന്ന് രാത്രി ദൈവം നമ്മെ സൃഷ്ടിച്ചത് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത് അവന്റെ മഹത്വം കണ്ടവനെ ആരാധിക്കാനാ. അപ്പൊ ആ യേശുവിങ്കലേക്ക് ജനം വരുമ്പോഴാ യേശുവിന്റെ പ്രത്യേകത അറിയുന്നു. യേശു നിസ്തുല്യനാണ്. തനിക്ക് തുല്യമായി മറ്റൊരാളില്ല. സകല ദൈവങ്ങളുടെയും ഇടയിൽ ഒരുവനല്ല, സകല ദൈവങ്ങളെക്കാളും ശ്രേഷ്ഠനായവനാണ് യേശു ക്രിസ്തു. എബ്രായ ലേഖനത്തിൽ യേശു ക്രിസ്തുവിന്റെ മഹത്വത്തെ കുറിച്ച് പറയുക, അവൻ നാം കണ്ടിട്ടുള്ള സകലരെക്കാളും ശ്രേഷ്ഠനാ. മോശയേക്കാൾ, അഹരോനേക്കാൾ, പൗരോഹിത്യത്തെക്കാൾ, അങ്ങനെ പലതിനെയും വിളങ്ങിട്ട് പറയുക, ഇതിനേക്കാളൊക്കെ ശ്രേഷ്ഠനാണ് നമ്മുടെ ദൈവം. ആ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യത അവന്റെ ജനനത്തിൽ വെളിപ്പെട്ടു. നമ്മളൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേരിടുന്നു. ജനനം കൊണ്ട് ആരും വലിയവനായിട്ടില്ല. ജനിച്ച് പഠിച്ച് വളർന്ന് ജീവിതം കൊണ്ട് വലിയവരായവരാണ് ഇന്ന് ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യർ. അവന്റെ ജനനത്തെ കുറിച്ച് ജനിച്ചു കഴിഞ്ഞല്ല അറിഞ്ഞത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകന്മാരിലൂടെ അവന്റെ ജനനത്തെ വിളിച്ചു പറഞ്ഞു. അതെ, ദീർഘദൃഷ്ടിയുള്ള പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞത് പ്രകാരം കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിങ്ങൾക്കറിയാമോ, ഇത് പകർത്തിയെഴുതുന്ന, ചുരുളുകളിൽ നിന്ന് പകർത്തിയെഴുതുന്ന ജോലി ചെയ്തയാളാണ് ശിമ്യോൻ. വളരെ വയോവൃദ്ധനായ മനുഷ്യൻ തന്റെ ചെറിയ പ്രായത്തിലാണ് യെശയ്യാപ്രവചനം 7:14 പകർത്തി എഴുതിയത്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അദ്ദേഹം തന്റെ തൂലിക താഴെ വെച്ചിട്ട് പറഞ്ഞു, സംഭവിക്കത്തില്ല. ദൈവം അവനോട് പറഞ്ഞു, അത് സംഭവിക്കുമെന്ന് മാത്രമല്ല, നീ അത് കാണും. ദീർഘവർഷങ്ങൾ അദ്ദേഹം കാത്തിരിക്കേണ്ടി വന്നു. യേശു കുഞ്ഞിനെയും കൊണ്ട് യോസഫും മറിയയും കൊണ്ട് ആലയത്തിലേക്ക് വരുമ്പോൾ വന്യ വയോധികനായ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗത്തിൽ ആലയത്തിലേക്ക് വന്നു. അവിടെ ഒരുപാട് പേർ കൂടിയിട്ടുണ്ട്. അവർക്കാർക്കും കാണാൻ പറ്റാതിരുന്ന ഒരു വെളിപ്പാട് ശിമ്യോന്റെ ഹൃദയത്തിനകത്തുണ്ട്. അവനോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ കണ്ണുകൊണ്ട് നീ കാണുമെന്ന്. ആ മനുഷ്യൻ വളരെ ശാന്തമായി നടന്നു ചെന്ന് മറിയയുടെ കയ്യിലുള്ള കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് പറയുക, ഇപ്പോൾ നാഥാ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു.
എന്താ ഇതിന്റെ അർത്ഥം? ദീർഘവർഷങ്ങൾക്ക് മുൻപ് താൻ എഴുതാൻ മടിച്ചത് പരിശുദ്ധാത്മാവ് അവരെ കൊണ്ട് എഴുതിപ്പിച്ചു. അത് സത്യമാണെന്ന് കാണാൻ ആയുസ്സിനെ നീട്ടിക്കൊടുത്ത് ദീർഘവർഷങ്ങൾ താൻ ഇരിക്കുകയാ. തനിക്ക് മനസ്സിലായി കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ആ കാലഘട്ടത്തിൽ ആരും വിശ്വസിക്കാതിരിക്കുമ്പോൾ എല്ലാവരും മറിയെ ദുഷ്ട സ്ത്രീയായി അവർ വ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് നടുവിൽ യഥാർത്ഥ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചവൻ പറയുന്നു, ഇവൾ കന്യകയാണ്, ഇവൾ ഗർഭിണിയായ ഒരു മകനെ പ്രസവിച്ചു. അതാണ് യേശു. ഈ യേശു ആരാണെന്ന് അറിയാമോ? ഇവരുടെ മകനായിട്ടല്ല, ഇപ്പോൾ കയ്യിലിരിക്കുന്ന പിഞ്ചു കുഞ്ഞിനെ കണ്ടുകൊണ്ട് നാഥ എന്ന് വിളിക്കുവാൻ ശിമ്യോൻ തയ്യാറായി. ദീർഘവർഷങ്ങൾക്ക് മുൻപ് എഴുതി വെച്ചത് നിവർത്തിയാകുന്നത് യേശുക്രിസ്തുവിന്റെ ജനനത്തിലൂടെയാണ്. ബേത്ലഹേമിൽ ജനിക്കുമെന്നും പുൽത്തൊട്ടിയിൽ കിടക്കപ്പെടുമെന്നും ആ ജനന സമയത്ത് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുമെന്നും അങ്ങനെ എത്രയോ പ്രവചനങ്ങൾ തന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തി. യേശുവര ജനനത്തിലവൻ നിസ്തുല്യനായിരുന്നു, ജീവിതത്തിലവൻ നിസ്തുല്യനായിരുന്നു. തന്റെ ജീവിതത്തിന്റെ പ്രധാന വേളകളിൽ കൂടി വന്ന മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും മുൻപിൽ പലവട്ടം ചോദിച്ചു, എന്റെ പാപത്തെ കുറിച്ച് ആരെനിക്ക് ബോധ്യം വരുത്തുമെന്ന്. ഒരു മനുഷ്യനും പറയാൻ തയ്യാറായില്ല. പാപം ചെയ്തിട്ടില്ലാത്ത, പാപം അറിഞ്ഞിട്ടില്ലാത്ത കർത്താവിനെ അവൻ ഉയർത്തുകയായിരുന്നു. അവൻ നിസ്തുല്യനാണ്, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ നിഷ്കളങ്കൻ, നിർദോഷൻ, പാപരഹിതനായ കുഞ്ഞാട്. ഇന്ന് രാത്രി ജീവിതം കൊണ്ട് അവൻ നിസ്തുലനായിരുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവനും ജീവിതം കൊണ്ട് നിസ്തുലനായിരിക്കണം. മറ്റുള്ളവരുടെ മുൻപിൽ പറയാനൊന്നുമില്ലാത്തവരായിരിക്കണം. പരിശുദ്ധാത്മ നിയോഗത്തിൽ ജീവിക്കുന്നവർക്കെതിരെ പറയുന്നവര് പറയട്ടെ, പക്ഷെ നീ നിന്റെ ജീവിതത്തെ സൂക്ഷിക്കാൻ തയ്യാറായാൽ മതി. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ മുൻപിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ തീരുമാനമെടുക്കുന്ന ദൈവവൈതലെ, നിന്റെ ജീവിതത്തോട് കൂടെ യേശുവിന്റെ സാന്നിധ്യം കാണും. ദൈവത്തിന്റെ വചനം പറയുന്നു, പാപം ചെയ്യുവാൻ അവൻ കഴിയുന്നില്ല. ദൈവത്തിന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദുഷ്ടനവനെ തൊടുന്നില്ല. പാപമറിയാത്തവരെ നാം അവരിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അതാ ക്രിസ്തുവിന്റെ ജീവിതം. അതെന്താ? അതിന്റെ പേരാണ് നീതീകരണമെന്ന്. തെറ്റ് ചെയ്ത മനുഷ്യൻ കോടതിക്കകത്ത് നിൽക്കുക, തന്റെ തെറ്റിന് ജഡ്ജി ശിക്ഷ വിധിക്കുക. വക്കീല് കിടന്ന് ഒരുപാട് പറയുന്നുണ്ട്, ഇവരെ ന്യായീകരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ജഡ്ജി അവരെ നോക്കിക്കൊണ്ട് വിധിച്ചു, ഇവൻ പാപം ചെയ്തിട്ടുണ്ട്. ഇവന് വിധി പ്രസ്താവിക്കുക, ഇവൻ മരണത്തിന് വിധി പ്രാപിച്ചവനാണ്. അത് പറയുമ്പോൾ പ്രതിക്കൂട്ടിൽ ഭയപ്പെട്ട് നിൽക്കുന്ന മനുഷ്യനെ കൈകൾ കൊണ്ട് പിടിച്ച് പുറത്തേക്ക് ഇറക്കിയിട്ട് ആ പ്രതിക്കൂട്ടിലേക്ക് യേശു ക്രിസ്തു കയറുന്നു പറയുക, ഇവന്റെ പാപം ഞാൻ ഏറ്റെടുക്കുന്നു, എന്റെ നീതി ഞാൻ അവന്റെ മേൽ കണക്കിടുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് പറയുക, നമ്മുടെ പാപത്തെ ഏറ്റെടുത്ത് അവന്റെ നീതി നമ്മുടെ മേലിട്ട് നമ്മെ നീതീകരിച്ച യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന് നാം ഹൃദയം തുറന്ന് നന്ദി പറയണം. അവന്റെ ജീവിതത്തിൽ അവൻ നിസ്തുല്യനായിരുന്നു, അവന്റെ മരണത്തിൽ അവൻ നിസ്തുല്യനായിരുന്നു. അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെ ആയിരുന്നു. രണ്ട് കള്ളന്മാരുടെ നടുവിൽ ഒരു ഹീനനെ പോലെ, ഒരു നീച പാപിയെ പോലെ അവൻ ക്രൂശിൽ തറയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, പാപമറിയാത്തവൻ പാപികളുടെ നടുവിൽ തന്റെ മരണം പ്രസ്താവിക്കുമ്പോൾ അവിടെ നടന്നത് തന്നെ ശിക്ഷ വിധിച്ച മനുഷ്യരുടെ മുൻപിൽ സ്വർഗം തുറക്കപ്പെടുകയായിരുന്നു. യെശയ്യാപ്രവചനം 53-ാം അധ്യായം ഇങ്ങനെ പറയുന്നു, അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. എന്താ ഇതിന്റെ അർത്ഥം? വായിച്ച് ധ്യാനിക്കുമ്പോൾ കണ്ണുകൾ നിറയും. സ്വന്തം മകന്റെ മരണത്തെ കാണാൻ അപ്പന് ഇഷ്ടം തോന്നിയെന്ന്. അതിന്റെ കാരണം എന്നെയും നിങ്ങളെയും ക്രൂശിൽ കണ്ടുകൊണ്ട് സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്തു എന്നുള്ള വചനം നിവർത്തിയാകുമ്പോൾ ഇന്ന് രാത്രി എന്നെ കണ്ട കണ്ണുകൾ ഈ രാത്രി ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പകരമായാണ് അവൻ മരിച്ചത്. ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ശിക്ഷ വിധിച്ചതല്ല. നിങ്ങൾക്കറിയാമോ, ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും
പുത്രന്റെ അനുസരണ നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തൊരു വചനം വേദപുസ്തകത്തിലുണ്ട്, എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ. ആ വാക്യം തെറ്റിദ്ധരിക്കരുത്. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിച്ചപ്പോൾ ഉത്തരം ലഭിച്ചു. എന്തുത്തരമാ ലഭിച്ചത്? ക്രൂശുമരണം മാറിപ്പോയോ? ഇല്ല. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ പല വേളകളിലും താൻ ചെയ്ത അത്ഭുത പ്രവൃത്തികൾ കണ്ട് അവനെ തകർത്ത് കളയാൻ വേണ്ടി മലയിൽ നിന്ന് തള്ളിയിട്ടും അല്ലാതെയും ഒക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ യേശു അതിന്റെ ഇടയിലൂടെ അങ്ങ് നടന്നുപോയി. ക്രൂശുമരണം സംഭവിക്കാതിരിക്കാൻ ശരീരത്തിലെ രക്തം മുഴുവൻ ഒഴുക്കിക്കളയാൻ പിശാച് ശ്രമിച്ചു. ഗത്സമന തോട്ടത്തിൽ തന്റെ ശരീരത്തിലെ വിയർപ്പ് തുള്ളികൾ രക്തം പോലെ പുറത്തു വന്നു. ഏതെങ്കിലും തരത്തിൽ ക്രൂശിലൂടെ അല്ലാതെ മരണം സംഭവിച്ചാൽ മാനവജാതിയുടെ പരിഹാരം സംഭവിക്കില്ല എന്ന് പിശാചിന് ദൂരവേ അറിയാവുന്നത് കൊണ്ട് മറ്റു പല വിധത്തിലുമുള്ള മരണത്തിനു വേണ്ടി യേശുവിനെ പ്രലോഭിപ്പിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്തപ്പോൾ പുത്രൻ പ്രാർത്ഥിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആരെ ഞാൻ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകുമെന്നുള്ള ആ ശബ്ദത്തിന്റെ മുൻപിൽ അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞ് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കടന്നു വന്ന യേശുക്രിസ്തുവിന്റെ മരണം ക്രൂശിലൂടെ മാത്രമായിരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് അതിനു മുൻപുള്ള മരണങ്ങളെ മാറ്റിക്കളഞ്ഞ് ക്രൂശിലൂടെ മാത്രം അത് നിവർത്തിയാകണമെന്ന് യേശു പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചെന്നാ പറഞ്ഞേ. മനസ്സിലായിട്ടുണ്ടെന്ന് സ്വന്തം പറയാമോ? ഇവിടെ പറയാം, ക്രൂശ് മരണത്തിന് മുൻപ് യേശുവിനെ തകർത്താൽ മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരില്ല. എന്നാൽ മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരണമെങ്കിൽ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കണം. അത് നടക്കാതിരിക്കാൻ പിശാചും അവന്റെ സകല ശക്തികളും വളരെ ശക്തമായി പോരാടിയെങ്കിലും ക്രൂശിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി പരസ്യമായ കാഴ്ചയാക്കിയ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ മരണത്തെ ഞങ്ങൾ ഈ ഗ്രാമത്തിൽ ഉയർത്തുകയാണ്. ആ മരണം ഇന്നും അനേകർക്ക് വേണ്ടി വെളിപ്പെട്ടു നിൽക്കുകയാണ്. ആ ക്രിസ്തുവിന്റെ മരണത്തിലേക്ക് നോക്കിയ ആരും ഈ രാത്രി വെറുതെ പോകുകയില്ല, അവൻ ലജ്ജിച്ചു പോകുകയില്ല. എനിക്ക് പകരമായി ഞാൻ ചെയ്ത പാപത്തിന്റെ പരിഹാരമായി എനിക്ക് വേണ്ടി മരിച്ച ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന മാത്രയിൽ ഇരിക്കുന്ന ചെറ്റക്കുടിലോ മാണിമാളികയോ വ്യത്യാസം കൂടാതെ യേശു അവരെ സ്വീകരിക്കാൻ തയ്യാറാകിയ ഇത് രാത്രി വീടിനകത്തിരുന്ന്, മട്ടുപ്പാവിലിരുന്ന്, ടെറസിലിരുന്ന്, വഴിവക്കിലിരുന്ന് ഈ വചനം ശ്രദ്ധിക്കുന്ന എന്റെ പ്രിയ കൂടപ്പിറപ്പ്, നിനക്ക് പകരമായി മരിക്കാൻ നിന്റെ മാതാപിതാക്കൾ തയ്യാറാകില്ല, നിന്റെ ഭാര്യ തയ്യാറാകില്ല. ഒരു കിഡ്നി പോലും കൊടുക്കാൻ മടിച്ചു നിൽക്കുന്ന കാലഘട്ടത്തിൽ സ്വന്തം പ്രാണൻ മുഴുവൻ, രക്തം മുഴുവൻ ഊറ്റിത്തന്ന് എന്നെയും നിങ്ങളെയും സ്നേഹിച്ച് വിലക്ക് വാങ്ങാൻ തയ്യാറായിരിക്കുന്ന യേശുക്രിസ്തുവിലേക്ക് മടങ്ങി വരിക. ശിമ്യോനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറയാം. മരണത്തിനു മുൻപ് താൻ മരണമില്ലാത്ത യേശുവിനെ കണ്ടു. ഇന്ന് രാത്രി ഈ ലോകത്തിലെ മരണത്തിനു മുൻപ് മരണമില്ലാത്തവനെ കാണണം. ഈ ദേശനിവാസികളെ ഈ സത്യം അറിയിക്കാൻ വേണ്ടിയാ ഈ കുടുംബം ചെലവിടുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരറിഞ്ഞ യേശുവിന്റെ സ്നേഹം ഈ ദേശനിവാസികൾ അറിയണം. പാപത്തിനകത്ത് കിടന്ന് രോഗമോഹങ്ങൾക്കകത്ത് അതപ്പതിച്ച് നിത്യതയെ നഷ്ടപ്പെടുത്തി പാതാളത്തിന്റെ ആടുകളായി മാറുന്ന മനുഷ്യരെ ദൂരമേ കണ്ടുകൊണ്ട് ഹൃദയത്തിന്റെ ആത്മഭാരത്തിൽ ഈ സുവിശേഷ യോഗത്തിന് വേണ്ടി ചിലവിടുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഇന്ന് ഒരുപക്ഷെ മരണത്തിന് മുൻപുള്ള ദിവസമായിരിക്കും. നമുക്കറിയില്ല, അനേക ചെറുപ്പക്കാർ കുഴഞ്ഞു വീണ് മരിക്കുക, രോഗമല്ലാത്ത വഷളത്വത്തിലേക്ക് പോകുക. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ ലോകത്തെ ജയിക്കണമെന്നാണ്. ഞാൻ സമയത്തിന്റെ കുറവുണ്ട് അവിടെ ചേർത്തങ്ങ് പറയുകയാണ്. 3 കുഞ്ഞുങ്ങളെ കഴുത്തറുത്തൊരപ്പൻ കൊന്ന് വാർത്തയായി ഇന്നത്തെ പത്രത്തില്. എവിടെ നിന്ന് വരുന്നത്? ദൈവസ്നേഹം അകത്ത് കയറിയാൽ കൊലയ്ക്കും കൊലപാതകത്തിനും സമയമില്ല.
അകത്തു വസിക്കുന്ന പാപം മനുഷ്യനെ നരകത്തിന്റെ ആടുകളാക്കി കൊണ്ടുപോകുമ്പോൾ രക്ഷ പ്രാപിച്ച ദൈവജനം മാനസാന്തരപ്പെടാത്തവർക്ക് വേണ്ടി നിലവിളിക്കാൻ തയ്യാറാകണം. ആരും പറഞ്ഞാൽ അംഗീകരിക്കാതെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി നടക്കുന്ന ചെറുപ്പക്കാരെ കണ്ട് രസിച്ചു കുറ്റം പറഞ്ഞ് മാറാൻ വരട്ടെ. വീടിനകത്തവരെ കാണുമ്പോൾ മുട്ടുകുത്താൻ തയ്യാറാണോ? ഇന്ന് പീഡനങ്ങൾ വർദ്ധിക്കുക. പണ്ടൊക്കെ സ്ത്രീ പീഡനമായിരുന്നു. ഇത്രേ സ്റ്റൗ പൊട്ടിത്തെറിക്കുമായിരുന്നു. എത്ര സ്റ്റൗവാ പൊട്ടിത്തെറിച്ചേക്കുന്നത്. എന്റെ കൂടെ മാവേലിക്കര ബിഷപ്പൂർ കോളേജിൽ പഠിച്ച പല സ്ത്രീകൾ സഹോദരിമാർ, അവരൊക്കെ വിവാഹം കഴിച്ചെടുത്ത് പലരും സ്റ്റൗ പൊട്ടിയാ മരിച്ചത്. ഇത്രയും സ്റ്റൗ പൊട്ടുന്നത് എങ്ങനെയാ? ആ കാലം മുഴുവൻ സ്ത്രീ പീഡനമായിരുന്നു. ഈ കാലത്ത് പുരുഷ പീഡനം ആരംഭിച്ചു. മനുഷ്യനൊന്നും പറഞ്ഞിട്ട് നിയന്ത്രിക്കാൻ പറ്റിയല്ല. ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങളുടെ അകത്ത് മയക്കുമരുന്ന് കൊടുക്കുക. ഒരു പ്രായമായ അമ്മയ്ക്ക് കാര്യമൊന്നും വലിയ കാര്യമായിട്ട് അറിയില്ല. പക്ഷെ ആ അമ്മ ഒരു ദിവസം വീട്ടിൽ ഉപദേശിച്ച് വന്നപ്പോ പറഞ്ഞു, എന്റെ കൊച്ചു MDMA ആന്ന് പറഞ്ഞു. ഓ, അമ്മച്ചിക്ക് അറിയത്തില്ല എന്തുവാ MD എന്ന് പറഞ്ഞാൽ ഡോക്ടറായിട്ട് പിന്നെ അടുത്ത കോഴ്സാ മാസ്റ്റർ ഓഫ് MA ആണെങ്കിൽ BA കഴിഞ്ഞിട്ടുള്ളതാ. അപ്പൊ അമ്മ അത് വലിയ കാര്യമായിട്ടിരിക്കുക. ഉപദേശിക്ക് മനസ്സിലായി MDMA എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മയക്കുമരുന്നാ, ഏറ്റവും കൂടിയ മയക്കുമരുന്നാ MDMA. എന്റെ മോൻ MDMA എന്തറിഞ്ഞിട്ടാ പറയുന്നേ? മദ്യം മനുഷ്യനെ എന്ത് ചെയ്യണമെന്നറിയാതെ വശീകരിച്ചുകൊണ്ട് നടക്കുക. ഈ ദിവസങ്ങളിലെ കൂട്ടക്കൊലകൾ, അറുംകൊലകളൊക്കെ ഒന്ന് കണ്ടു നോക്കിയേ. മനുഷ്യനെ വെട്ടി നുറുക്കി പാക്കറ്റിലാക്കി വീടിനകത്തും ക്ലോസറ്റിനകത്തും വണ്ടിക്കകത്തും ഒളിപ്പിച്ചു വെക്കാൻ മനുഷ്യൻ മടിക്കുന്നില്ല. കഴിഞ്ഞ നൂറ്റാണ്ടിലേക്കാൾ പാപം വർദ്ധിച്ചു. ആർക്കും ആരെയും കൊല്ലാമെന്നുള്ള സ്ഥിതിയായി. ആർക്കും ആരെയും എങ്ങനെ വേണമെങ്കിലും ഉപദ്രവിക്കാം. എന്താ കാരണം? പാപത്തിന്റെ ശക്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുക. പാപം മനുഷ്യനെ തകർക്കുകയാ. പ്രിയമുള്ളവരെ, പാപം മനുഷ്യനെ ത്രസിപ്പിക്കുന്നുവെന്ന് കണ്ടാൽ അതിന് എനർജി കൂട്ടിക്കൊടുക്കുന്നവർ ലോകത്തിലുണ്ട്. ആര് നശിച്ചാലും വേണ്ടില്ല, എന്റെ കീശ വീർക്കണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, അബ്കാരി കോൺട്രാക്ടർമാരുടെ ഭവനങ്ങളൊക്കെ പോയെന്ന് കണ്ടേച്ച് വേണം മദ്യപന്മാർ കുടിക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? അവരുടെ വീട്ടിലാർക്കും പട്ടിണിയില്ല. അവരുടെ മക്കൾക്കൊക്കെ 4-5 വണ്ടിയാ. അവരുടെ വണ്ടി വർദ്ധിക്കാൻ കാരണം കൂലിപ്പണി ചെയ്ത് വീട്ടിലിരിക്കുന്ന ഭാര്യയും കുഞ്ഞുങ്ങളെയും ചിന്തിക്കാതെ പണം മുഴുവൻ അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് 2 കാലം പോയവൻ 4 കാലം വീട്ടിലേക്ക് വരിക. അവര് കൊടുക്കുന്ന കാശ് കൊണ്ട് അബ്കാരി കോൺട്രാക്ടർമാർ സുഖമായിട്ടിരിക്കുക. ഒന്നുകൂടെ പറയാം, മിക്കവാറും അബ്കാരി കോൺട്രാക്ടർമാരെല്ലാം ക്രിസ്ത്യാനികളാണ്. ചോദിച്ചാൽ പറയും, യേശു അല്ലേ വെള്ളം വീഞ്ഞാക്കി കൊടുത്ത്, അതുകൊണ്ട് ഞങ്ങളും അത് ചെയ്യുക. ചെയ്തോ, പക്ഷേ കുടുംബങ്ങൾ തകരുക. ഞങ്ങൾ പരസ്യയോഗങ്ങൾ നടക്കുമ്പോൾ, ഞങ്ങൾ പല സ്ഥലത്തും കണ്ണൂർ പോലുള്ള ജില്ലകളിൽ നിന്ന് പരസ്യമായി യേശു ക്രിസ്തുവിനെ സാക്ഷിക്കുമ്പോൾ, ഞാനൊരു പരസ്യയോഗത്തിൽ പ്രസംഗിക്കുക. ഒരു രാഷ്ട്രീയ നേതാവിന്റെ ശവശരീരം വെട്ടി നുറുക്കി കൊണ്ടുവച്ച ആ തിണ്ണയിൽ നിന്നുകൊണ്ട് ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ പോവാ. എൻ്റെ കൂടെ കുറെ ചെറുപ്പക്കാരായ സഹോദരിമാരും ദൈവദാസന്മാരും ഒക്കെ ഉണ്ട്. അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും പ്രസംഗിക്കാൻ പറ. അവർ പറഞ്ഞു, ഞങ്ങൾ ആരും ഇവിടെ പ്രസംഗിക്കത്തില്ല, ആരും പ്രസംഗിച്ചാൽ മതി. എനിക്കും ഒരു ശകലം ഭയം വരാതിരുന്നില്ല. കാലിന്റെ മുട്ടൊക്കെ കൂട്ടിയിടിച്ചെങ്കിലും ഞാൻ അവിടെ നിന്ന് തൻ്റെ ഇടത്തോടെ അങ്ങ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 3-4-5 പേർ ഒരു കടയിൽ നിന്ന് ഇറങ്ങി വരിക. എനിക്ക് ആകെ ഭയമായി, എന്തായിരിക്കും സംസാരിക്കാൻ പോകുന്ന ഓർത്ത്. പക്ഷെ അവർ വന്നിട്ട് എന്നോട് ചോദിച്ചു, ചായ വേണോ കാപ്പി വേണോ എന്ന്. ഞാൻ പറഞ്ഞു, രണ്ടും വേണ്ട. അവരെന്നോട് കൈ തന്നിട്ട് പറഞ്ഞു, ഇതുപോലെ പ്രസംഗിക്കണം. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ നാട്ടിൽ ഇന്നും രാഷ്ട്രീയ പകപോക്കലുകൾക്ക് വേണ്ടി സമയം മാറ്റി വെച്ചിരിക്കുന്നവരുടെ നാട്ടിലാണ് പ്രസംഗിച്ച്. ഞാനിത് പറയാൻ കാരണം, യഥാർത്ഥമായ സുവിശേഷത്തിന്റെ സത്യം അംഗീകരിക്കാത്ത കുടുംബങ്ങൾക്കകത്ത് ഇന്നും മുറവിളിയാ നടക്കുന്നത്. അവർക്ക് ലഭിക്കേണ്ട പണം വേണ്ടാത്ത സ്ഥലത്തെത്തുന്നു. ഞാൻ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് യാത്ര ചെയ്യുമ്പോൾ കണ്ടൊരു കാഴ്ച ഞാൻ പറയാം. മനോഹരമായ ബെഡ് വീട്ടിൽ മേടിച്ചിട്ടിട്ടുണ്ട്. 1-ാം തരം വില കൂടിയ കട്ടിലും കിടപ്പുണ്ട് വീടിനകത്ത്. ഒരു മനുഷ്യൻ ഇങ്ങനെ നായെ പോലെ ചുരണ്ട് പകുതി ഓടയ്ക്കകത്തും പകുതി വഴിയിലും കിടക്കുക. ഞാനൊന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ എനിക്കറിയാവുന്നയാളാ. 2 മക്കളും ഭാര്യയും വീട്ടിയിരിപ്പുണ്ട്. അതുകൊണ്ട് തന്റെ തൊട്ടടുത്ത് ഒരു കൂടിനകത്ത് 3 പരിപ്പുവട.
ആർക്ക് ചെല്ലേണ്ട പരിപ്പുവടയാണെന്നറിയാമോ? സ്വന്തം കുഞ്ഞുങ്ങൾക്ക്, കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഭാര്യയ്ക്കും കൊടുക്കേണ്ടത് വഴിയരികിലുള്ള നായ് തിന്നുക. ഇതിന്റെ കാരണം എവിടുന്നാന്ന് തിരിച്ചറിയണം കേട്ടോ. കോൺട്രാക്ടർമാരെ കുറ്റം പറയേണ്ട, മദ്യഷാപ്പുകാരെ, ബിവറേജുകാരെ വിട്. നിന്റെ അകത്ത് യേശു ക്രിസ്തു കയറിയെങ്കിൽ പണ്ടേ നീ ഇതിന് പുറത്തു വരുമായിരുന്നു. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ നല്ല മനുഷ്യരാ, പകരം നിങ്ങൾ പണിയെടുക്കുന്നവരാ, നിങ്ങളുടെ കുടുംബത്തെ അധ്വാനിച്ച് നിങ്ങൾ പോറ്റാൻ ആഗ്രഹമുള്ളവരാ. പക്ഷെ വൈകുന്നേരമാകുമ്പോൾ നിങ്ങളെ വശീകരിച്ചു കൊണ്ട് പോകുന്ന ആ പൈശാചിക ശക്തിയെ ഈ രാത്രി നിങ്ങൾ കണ്ടുപിടിക്കണം. അതിനെ തകർക്കാൻ നിങ്ങൾ ആത്മാവിൽ ആഗ്രഹിക്കണം. നിങ്ങളുടെ കുടുംബത്തിനകത്ത് കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും ചേർന്ന് കൈകോർത്തിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആ സ്വപ്നം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഇതിനകത്ത് അടിമപ്പെടാൻ കഴിയില്ല. ലഭിച്ച സൗകര്യങ്ങൾ സന്തോഷത്തോടെ ഉപയോഗിക്കാൻ കഴിയാതെ പാപത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന ലോക ജനതയെ നോക്കി കരയാൻ ഞാൻ ആരംഭത്തിൽ പറഞ്ഞത് ഒരിക്കൽ കൂടെ പറയുന്നു. എന്റെ ജനം കുഴികളിൽ കുടുങ്ങി കിടക്കുന്നു, കാരാഗ്രഹങ്ങൾ അടയ്ക്കപ്പെട്ട് കിടക്കുന്നു. മടക്കി തരുമോ? ഈ രാത്രി ദേശത്തോടുള്ള ദൂതദൈവം പറയുക, ആർക്കും വിധേയപ്പെടാതെ, ആരും പറഞ്ഞാൽ അംഗീകരിക്കാതെ, സ്വന്തം ഇഷ്ടങ്ങൾക്ക് അനുസരണമായി പാപത്തെ പെരുക്കിക്കൊണ്ട് നടക്കുന്ന പ്രിയ സഹോദര, നിനക്കും ഒരു മരണ ദിവസമുണ്ടെന്ന് മറക്കരുത്. മരണത്തിന് മുൻപ് മരണമില്ലാത്തവരെ കാണാൻ തീരുമാനമെടുക്കണം. ക്രൂശിലൂടെ നടന്ന രക്ഷണീയ പ്രവൃത്തിയെ അംഗീകരിക്കുന്നതാണ് വിശ്വാസം. എന്താ വിശ്വാസം? ക്രൂശിക്ക് വേണ്ടിയായിരുന്നുവെന്ന് എപ്പോൾ നീ വിശ്വസിക്കുന്നുവോ, എപ്പോൾ നീ ഏറ്റെടുക്കുന്നുവോ, എപ്പോൾ നീ വായ് കൊണ്ടേറ്റ് പറയുന്നുവോ, അപ്പോൾ നിന്റെ രക്ഷയുടെ ദിവസമാണത്. രാത്രി ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ സുവിശേഷ യോഗം മൂലം ഈ ദേശത്ത് ചിലരുടെ കണ്ണു തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണ ദിവസത്തിന് മുൻപ് ശിമ്യോൻ യേശുവിനെ കണ്ടു. എന്താ ഈ മരണ ദിവസം? യേശുക്രിസ്തുവിന്റെ മരണം നിസ്തുല്യമാണ്. അത് നേരത്തെ പ്രവചിക്കപ്പെട്ട മരണമാണ്. 30 വെള്ളിക്കാശിന് ഒറ്റ കൊടുക്കുകയും മഹാപുരോഹിതന്മാരാലും ശാസ്ത്രിമാരാലും ഒക്കെ ഏറിയൊന്ന് സഹിച്ച് താൻ മരണത്തിലേക്ക് പോകുമെന്നൊക്കെ ദീർഘനൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതി വെച്ച മരണമാണ്. പക്ഷേ ആ മരണത്തിലൂടെ നമ്മുടെ മരണം മാറ്റി. എന്ന് പറഞ്ഞാൽ നമ്മൾ മരിക്കുന്നില്ലെന്നാണോ? അല്ല, വീണ്ടും ജനിക്കുന്നവന്, അഥവാ 2 ജനിക്കുന്നവന് ഒരു മരണമേ ഉള്ളൂ. 1 ജനിച്ചവന് 2 മരണം. രണ്ടാമത്തെ ജന്മം ദൈവത്തിന് ജനിച്ചാൽ ഒറ്റ മരണമേ ഉള്ളൂ. ഈ താൽക്കാലികമായ മൺകൂടാരം പൊളിഞ്ഞു പോകുമെന്നല്ലാതെ ഒരു നിത്യമായ മരണത്തിന് നാം അർഹരാകില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ വടക്കൻ ജില്ലയിലാണ് താമസിക്കുന്നത്. അവിടെയുള്ള വീടുകളിൽ മിക്കവാറും രാവിലെ ഒരു പാട്ട് കേട്ടുകൊണ്ടാണ് ഞങ്ങൾ എഴുന്നേക്കുന്നത്. അപ്പോഴാണ് അവറാൻ ചേട്ടൻ മരിച്ചെന്നറിയുന്നത്. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഈ പാട്ട് മിക്കവാറും ദിവസങ്ങളിൽ കേൾക്കും. ആ മൈക്ക് ഓണാക്കുമ്പോ ചേട്ടൻ മരിച്ചു എന്ന് മനസ്സിലാവും. എന്താ അതിന്റെ അർത്ഥം എന്നറിയാവോ? ഒരു ദിവസം മരണം വരും, അത് നിശ്ചയമാണ്. ഇവിടെ ഇരിക്കുന്നവർക്കും അതുണ്ട്. എന്നാൽ യേശുവിനെ അറിഞ്ഞിട്ടുള്ള മരണം ഭാഗ്യമരണമാണ്. കൂടെ പോരുന്ന ജീവിത ചെയ്തികളും. അതുകൊണ്ട് നീ സൽകൃത്യങ്ങളൊക്കെ ചെയ്തങ്ങ് മരിച്ചാൽ നീ രക്ഷപ്പെടുമെന്ന പാട്ടിന്റെ അർത്ഥം. ഇന്ന് രാത്രി കൂടപ്പുറപ്പെ സൽകൃത്യം ചെയ്തുകൊണ്ട് ഒരുവരും രക്ഷപ്പെടില്ല. യേശുക്രിസ്തുവിന്റെ മരണത്തെ വിശ്വസിച്ചേറ്റെടുക്കാതെ ഒരുവനും സൽകൃത്യങ്ങൾ കൊണ്ട് രക്ഷപ്പെടില്ല. ജീവിതത്തിൽ ഒന്നിടാതെ എത്ര പൂജ ഇട്ടാലും വിലയില്ല. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചതിന് ശേഷം നീ ചെയ്യുന്ന സകല സൽപ്രവർത്തിക്കും സ്വർഗം പ്രതിഫലം തരും. എന്നാൽ അതിനു മുൻപ് വെള്ളത്തിൽ വരച്ച വര പോലെ നിന്റെ സൽപ്രവർത്തികൾ കൊണ്ട് നീ മല കയറുകയോ നീ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയോ ഒക്കെ ചെയ്താൽ അത് വെറും സീറോയാണ് കേട്ടോ. എന്നാൽ ഇത് രാത്രി മരണത്തിന് മുൻപ് ആ മരണമില്ലാത്ത കർത്താവിനെ ഒന്ന് സ്വീകരിക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് തീരുമാനിക്കുന്നത്. ഞാനൊരു യാക്കോബായ സഭയിൽ ജനിച്ചു വളർന്നയാളാണ്. അതിനെ മുഴുവൻ ചട്ടങ്ങളും അനുസരിച്ച് ജീവിച്ചവരാ.
ഞങ്ങൾ നൊയമ്പും നമസ്കാരങ്ങളും ഒക്കെ കൃത്യമായി ആചരിച്ചു. വളരെ സ്ട്രിക്റ്റായി ഞങ്ങളൊക്കെ പാലിച്ചതാ. പക്ഷെ വേദപുസ്തകത്തിന്റെ സത്യങ്ങൾ അകത്ത് കയറിയപ്പോൾ മനസ്സിലായി രണ്ടും കൂടെ ചേരുന്നില്ല. വേദപുസ്തകമാണോ സഭയാണോ സത്യമെന്നുള്ള ആ പഠനത്തിനിടയിൽ സ്വർഗം ഞങ്ങളോട് ഇടപെട്ടു. വേദപുസ്തകമാണ് സത്യം. അങ്ങനെ തിരിച്ചറിഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യാക്കോബായ സഭയിൽ നിന്നപ്പോൾ ശവസംസ്കാര ശുശ്രൂഷകളിലൊക്കെ നമ്മൾ പോയി സംബന്ധിക്കുന്നവരാ. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ പോകുമ്പോൾ ഈ ബോഡി എടുക്കാൻ നേരത്തെ അച്ഛനൊരു പാട്ട് പാടും. മരണത്തിൻ ദൂതൻ അരികെ വന്നപ്പോൾ ചുറ്റും നോക്കി തുണ ചെയ്യുവാൻ വന്നില്ലാരും. ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? പാടുന്നുണ്ട് ചെറിയ. അതിന്റെ അർത്ഥം എന്നാന്നറിയാവോ? മരണത്തിന്റെ ദൂതൻ അടുക്ക കൂടെ വന്നപ്പോ അടുത്ത് നിന്ന് അമ്മാച്ചനെ നോക്കി, അപ്പുറത്ത് നിന്ന അനന്തരനെ നോക്കി, പൈസ വന്നുകൊണ്ടിരുന്ന മാനേജരെ നോക്കി, ആരും സഹായിക്കാൻ വന്നില്ല. മനസ്സിലാകുന്നുണ്ടെന്ന എന്റെ വിശ്വാസം. നിങ്ങൾക്ക് മനസ്സിലായില്ലേലും പുറത്തിരിക്കുന്നവർക്ക് മനസ്സിലാകണമെന്ന് എന്റെ ആഗ്രഹം. നമ്മുടെയൊക്കെ വീടിന്റെ മുൻപിൽ ഒരു പെട്ടിയൊക്കെ കൊണ്ടുവച്ച് നമ്മളെ കുറിച്ച് ഒരുപാട് പേര് ആശംസ പറയും കേട്ടോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ചെല്ലേണ്ട സ്ഥലത്തെ കുറിച്ച് ഉറപ്പില്ലാതെ ആരെല്ലാം ആശംസയും അനുശോചനവും പറഞ്ഞാലും ചെല്ലേണ്ട സ്ഥലത്തെത്താതെ മടങ്ങാൻ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ ഇന്ന് മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടാൻ ജനത്തോട് ദൈവം പറയുമ്പോൾ അതിനെ മാറ്റിക്കളയുന്ന പൗരോഹിത്യ വർഗത്തെ തിരിച്ചറിയണം. യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തിൽ മേഘട്ടടിയോളം തിരശ്ശീല രണ്ടായി ചീന്തി മാറി. താഴെ കീറിയെങ്കിൽ പറഞ്ഞേനെ അപ്പുറത്തെ വീട്ടിലെ ആരെങ്കിലും കീറിയതാണ്. ഇത് അറിയാവുന്നതുകൊണ്ടാ സ്വർഗം മോളിൽ നിന്ന് താഴേക്ക് കീറിച്ചു. മനസ്സിലാവുന്നുണ്ടോ? മുകളിൽ നിന്ന് താഴേക്ക് കീറിയതിന്റെ അർത്ഥം സ്വർഗത്തിൽ നിന്ന് അത് കീറിയ അന്മാരും പുരോഹിതനും തമ്മിലുള്ള വ്യത്യാസം മാറ്റാൻ തിരശ്ശീല കീറിയെന്ന് ഇന്ന് രാത്രി വിശ്വാസമുള്ള ദൈവജനം ഒരു ആമേൻ പറയാമോ? ആലയത്തിനകത്ത് അതിവിശുദ്ധ സ്ഥലത്തിരിക്കുന്ന കൃപാസനത്തിന്റെ അടുക്കലേക്ക് ആണ്ടിലൊരിക്കൽ തന്റെയും ജനത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിനുള്ള മൃഗത്തെ യാഗം കഴിച്ച രക്തവുമായി വിറയ്ക്കുന്ന യാതനകളോടും വിറയ്ക്കുന്ന കാലുകളോടും കൂടെ കയറിപ്പോയ മഹാപുരോഹിതന്മാർ, വിശുദ്ധ സ്ഥലത്ത് ദിനംതോറും യാഗം കഴിച്ചുകൊണ്ട് ചെല്ലുന്ന പുരോഹിതന്മാർ, പ്രാകാരത്തിൽ യഹൂദന്മാർ, മതിലിന് പുറത്ത് ജാതികൾ. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. മതിലിന് പുറത്ത് നിന്ന ജാതികളുടെ നടുവിൽ നിന്ന നമ്മെ യേശുക്രിസ്തുവിന്റെ മരണത്താൽ ദൈവാലയത്തിലെ തിരശ്ശീല ചിന്തിയപ്പോൾ ഒറ്റ അടിക്ക് നമ്മെ അതിവിശുദ്ധ സ്ഥലത്ത് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം കയറുന്ന അതിവിശുദ്ധ സ്ഥലത്തേക്ക് എത്തിച്ചതുകൊണ്ട് ഇന്ന് രാത്രി ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തെത്തുവാൻ കൃപ ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യത്യാസം മാറ്റി. ഇന്ന് നാം ആരാണെന്നറിയാമോ? നാമോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. പുരോഹിതന്മാരുടെ ഗ്രൂപ്പിലേക്ക് നമുക്ക് ലഭിച്ച പ്രമോഷനായി സ്തോത്രം ചെയ്യണം. ഇന്ന് പറയപ്പെട്ട പുരോഹിതന്മാർ ഇല്ലേ? ഇല്ല. യാഗവും വഴിപാടും കുർബാനയും നടത്തി ജനത്തെ പണപ്പിരിവിലേക്ക് കൊണ്ടുവന്ന് മണിമകുടങ്ങളായി ആലയങ്ങൾ പണിത് ജനത്തെ വഴിതെറ്റിക്കുന്ന മഹാപുരോഹിതന്മാരെ, പുരോഹിതന്മാരെ, നിങ്ങൾക്ക് കഷ്ടം. ആലയത്തിലെ സെക്രട്ടറി ആയാലും ഖജാൻജി ആയാലും വചനത്തിന്റെ അടിസ്ഥാനത്തിൽ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ, യേശുക്രിസ്തുവിനെ സ്വീകരിച്ചില്ലെങ്കിൽ സ്ഥലം പുറത്താ. രാത്രി വിശ്വസിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ പറയുന്ന വചനം സത്യമാണെന്ന്, വേദപുസ്തകമാണെന്ന് ഉറപ്പുള്ളവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. നിൽക്കുന്ന സ്ഥലത്ത് പദവികൾ കൊടുത്തിരിക്കുക, ഒരിക്കലും വിട്ടുപോകാതിരിക്കുക.
പക്ഷെ സത്യം അകത്ത് കയറുമ്പോ സെക്രട്ടറി ആയാലും ഞാൻ പോവാന്ന് പറയും. പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമൊക്കെ കൊടുത്ത് കുടുംബത്തിന് ഒത്തിരി പദവിയൊക്കെ കൊടുത്ത് നിർത്തിയതാ. പക്ഷേ സത്യ സുവിശേഷം അകത്ത് കയറിയപ്പോൾ ഒരു ചെറിയ ബൈബിൾ ക്ലാസ്സിനകത്തിരുന്ന് തിരുവചനം പഠിച്ചപ്പോ പള്ളിയും വേണ്ട പട്ടക്കാരനും വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച ഒരു കൂട്ടം ജനം ഞങ്ങളുടെ കുടുംബത്തിലുമുണ്ട്. ഇന്ന് രാത്രി ഞാൻ ധൈര്യത്തോടെ പറയുക, വേദപുസ്തക സത്യങ്ങൾക്ക് മാറ്റം വരുത്തി തങ്ങളുടെ ഇഷ്ടപ്രകാരം പഠിപ്പിച്ചാൽ നീ ന്യായവിധിക്ക് യോഗ്യനാകും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്ന് സത്യവചനം പറയുന്നെങ്കിൽ റെക്കമെൻഡേഷൻ കൊണ്ട് ഒരു വ്യക്തിക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. പെരുന്നാളുകളും വെടിക്കെട്ടുകളും നടത്തിയ സ്വർഗത്തിൽ പോകും. അങ്ങനെയാണ് തമ്പുരാന്റെ ഒരു ഇടി വെട്ടി എത്ര പേര് മരിക്കുന്നു, രക്ഷിക്കാൻ പറ്റുന്നുണ്ട്. തമ്പുരാൻ വേണ്ടെന്ന് വെച്ചിട്ടാ പല ഇടിയും വെട്ടിക്കാത്ത. അപ്പോഴാ നമ്മൾ ഇവിടെയുള്ള ഇടിയെല്ലാം കൂടെ പെട്ടിച്ച് ദൈവത്തെ പേടിപ്പിക്കുന്നത്. അതിനൊക്കെയുള്ള പണം പാവപ്പെട്ട 10 പെങ്കൊച്ചുങ്ങളുടെ കല്യാണത്തിന് കൊടുത്തേച്ച് ദൈവസന്നിധിയിലേക്ക് മുട്ടുമടക്കി പ്രാർത്ഥിക്കാമെങ്കിൽ കുടുംബം വിടുവിക്കപ്പെടുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലുള്ള ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളിൽ മുങ്ങിക്കിടന്നവരാ ഞങ്ങളൊക്കെ, പറയാൻ പറ്റില്ലേ? ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ മുങ്ങിക്കിടന്നവരാ നമ്മൾ. പണമൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ചെലവാക്കിയതാ. എന്നാൽ ആ ക്രൂശിലെ യേശു ക്രിസ്തുവിന്റെ മഹത്വം തിരിച്ചറിഞ്ഞപ്പോൾ ഇതെല്ലാം വിട്ടു, ഇതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് യേശുവിലേക്ക് മടങ്ങി വന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ആർക്കാണ്? ദൈവത്തിന് ജനിച്ചവർക്കാണ്. സമയക്കുറവുകൊണ്ട് വിടുക. അവന്റെ വരവിനെ കുറിച്ച്, ഒന്നാം വരവിനെ കുറിച്ച് പറഞ്ഞതിന്റെ ഇരട്ടി പ്രാവശ്യം രണ്ടാം വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വേദപുസ്തകം. കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ നോക്കി പാർക്കുന്നു എന്നൊക്കെ ചൊല്ലി തീർക്കുന്നുണ്ട്. പക്ഷേ നോക്കി പാർക്കുന്നവൻ കൽപ്പന അനുസരിക്കണം. പെട്ടകം പണിയാൻ ദൈവം നോഹയ്ക്ക് ഐഡിയ പറഞ്ഞു കൊടുത്തു. പുള്ളി അവിടുന്ന് പ്രസംഗിച്ചുകൊണ്ട് നടക്കുക. പെട്ടകത്തിന്റെ കാര്യം നോക്കാൻ സമയം കിട്ടില്ല, പോവാ. ഞാൻ വിചാരിക്കുക കുടുംബം ആ പെട്ടകത്തിന്റെ പണിയിൽ ഒത്തിരി പ്രവർത്തിച്ചു. ഈ മാസങ്ങൾ ഈ പെട്ടകം ഒഴുകി നടന്നപ്പോ ഇതിനകത്ത് ഭക്ഷണത്തിന് കുറവ് വരാതെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോഹയുടെ ഭാര്യ ഞാനവരെ അപ്രീഷിയേറ്റ് ചെയ്യാം. ഒരു മൃഗം പോലും പട്ടിണി കിടന്ന് കരഞ്ഞില്ല. പക്ഷേ നോഹയും ഭാര്യയും കയറിയപ്പം 3 ആൺമക്കളും അവരുടെ മരുമക്കളും കയറി. സ്വത്രാകത്തുള്ളവരൊന്ന് പറയണേ. ഒരു മരുമകളുണ്ടെ കുടുംബം കുളവാ. ഇപ്പൊ 3 മരുമക്കള് ഒരു പെട്ടകത്തിനകത്ത് ഒഴുകി നടക്കുന്ന കാര്യം ഒന്ന് ആലോചിക്കാൻ പറ്റുമോ? എനിക്ക് ആലോചിക്കാൻ പറ്റണില്ല. ആ 3 പേര് 3 കൾച്ചറിൽ നിന്ന് വന്നവരാ. പക്ഷെ തമ്പുരാന്റെ വാക്ക് കേട്ട് പെട്ടകത്തിനകത്ത് കയറിയപ്പം സ്വഭാവം മാറി. കൊമ്പനാനയുടെ സ്വഭാവം മാറി, മരുമകളുടെ സ്വഭാവം മാറി. അതിനകത്ത് സന്തോഷത്തോടെ ജീവിക്കുക. ഇത് രാത്രി പെട്ടകത്തിനകത്തുള്ളവരോട് ഞാനൊരു ദൂത് പറയാം. പെട്ടകത്തിനകത്തെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. കൊമ്പനാനയ്ക്ക് ഒതുങ്ങാമെങ്കിൽ പിന്നെ നമുക്ക് ഒതുങ്ങാൻ മേലേ. അതിനി അടുത്തൊരു യോഗത്തിൽ, അകത്തുള്ള യോഗത്തിൽ പറയാം. അത്രേ പറ്റത്തുള്ളൂ. പക്ഷെ എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം, പെട്ടകം പണിയാൻ ദൈവം ഏൽപ്പിച്ച നോഹ പെട്ടകമൊക്കെ പണിതു. മൃഗങ്ങളെയൊക്കെ അകത്ത് കയറ്റി, വേണ്ട ഭക്ഷണ സാധനങ്ങളെയും തന്റെ കുടുംബത്തെയൊക്കെ അകത്ത് കയറ്റി കഴിഞ്ഞ പെട്ടകം പൂട്ടിയത് തമ്പുരാനാണ്. ഇത്രയും പണി ചെയ്യാൻ ഒരു താക്കോലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്ത് ചെയ്യാൻ നോഹയുടെ കൈ കൊടുക്കാൻ? ഞാൻ ഒത്തിരി ചിന്തിച്ചത് എന്താണ്, ഈ വെള്ളം പോകുമ്പം കുറ്റം പറഞ്ഞവര് വന്നേച്ച് പെട്ടകത്തെ തോണ്ടാന്നത് ഒന്ന് തുറക്കുവോ നോഹച്ചേട്ടാന്ന് ചോദിക്കും. പുള്ളിക്ക് ഈ മനസ്സലിവ് കൂടുതലുള്ളതുകൊണ്ട് പുള്ളി ആ ഡ്യൂപ്ലിക്കേറ്റ് കീട്ട് ഒന്ന് തുറക്കും, ഒരാളെ വരച്ചു കയറ്റും, വെള്ളം കുറച്ചകത്ത്. അങ്ങനെ ഒരു 19 പേരെ കയറ്റി കഴിയുമ്പോൾ വെള്ളവും പെട്ടകത്തിനകത്ത് കയറി മുങ്ങാൻ തുടങ്ങും. ഇത് വേണ്ടെന്നുള്ളത് കൊണ്ട് ആ താക്കോല് നോഹയ്ക്ക് കൊടുക്കാൻ. മനസ്സിലായവർക്കായി സ്തോത്രം. പുറത്തുള്ളവര് വെള്ളം പൊങ്ങാൻ നിൽക്കുക, കരിപ്പുഴ ദേശത്തുള്ളവർ വെള്ളം പൊങ്ങാൻ നോക്കിക്കൊണ്ട് നിൽക്കുക. അകത്ത് കയറി ആരുടെയും കൈ താക്കോല് തരത്തില്ല. തന്ന
പറയുന്നത്. പെട്ടകം അടച്ച് സീൽ ചെയ്താൽ പിന്നെ ന്യായവിധിയുടെ വെള്ളം പൊങ്ങുമ്പം അനങ്ങാനൊക്കത്തില്ല. ഇന്ന് രാത്രി പെട്ടകത്തിന്റെ വാതിലടയുന്നതിന് മുന്നമേ, ഇത് പൂട്ടി ദൈവം തമ്പുരാൻ താക്കോൽ എടുക്കുന്നതിന് മുന്നമേ മാനസാന്തരപ്പെടുവാൻ ഈ ദേശത്തുള്ളവരോട് ഞങ്ങൾ ആത്മാവിൽ കൽപ്പിക്കുകയാണ്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമേ പെട്ടകത്തിനകത്ത് പ്രവേശനമുള്ളൂ. മറ്റാരെയും വിശ്വസിച്ചതുകൊണ്ട്, പുണ്യാളന്മാരെ വിശ്വസിച്ചതുകൊണ്ട്, മാതാവിനോട് പ്രാർത്ഥിച്ചതുകൊണ്ട് ഇതിനകത്ത് കയറാൻ പറ്റില്ലെന്ന്. യേശു ക്രിസ്തുവിനെ കാണാൻ വിദ്വാൻമാരായവർ പോയി. പൊന്നും മൂരും കുന്തിരിക്കും പറയുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്, അതുകൂടെ പറയാം. ഞാൻ താമസിക്കുന്നത് പിറവത്തിനടുത്ത. പിറവം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പള്ളിയുണ്ട്, പിറവം രാജാക്കന്മാരുടെ പള്ളി. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല. ഈ രാജാക്കന്മാരുടെ പള്ളിയുടെ പ്രത്യേകത, അവിടെ നിന്നാണ് 3 പേർ യേശുവിനെ കാണാൻ പോയെന്ന് അവർ വിശ്വസിക്കും. അതുകൊണ്ട് അവരെന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ എന്റെ കർത്താവെ നമ്മൾ വിളിക്കുമ്പോൾ എന്റെ രാജാക്കന്മാരെ എന്നാ വിളിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ നിന്നാ പോയെന്നുള്ളൊരു വെയിറ്റിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പക്ഷെ ഇവര് കൊണ്ടുപോയ സാധനം കൊണ്ടുപോയി വെച്ചത് അവന്റെ മുമ്പിലാണ്. മനസ്സിലായോ? അമ്മയും യോസഫിനെയും കുഞ്ഞിനെയും കണ്ടിട്ട് അവർ കൊണ്ടുപോയ പൊന്നും മൂരും കുതിരുക്കവും അവന്റെ മുമ്പിൽ വെച്ച് അവനെ നമസ്കരിച്ചുവെന്ന എന്റെ പുസ്തകം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അകത്തും പുറത്തും എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങളുടെ എത്ര വിശേഷപ്പെട്ട സമ്മാനവും കൊടുക്കേണ്ടത് യേശുവിന്റെ മുമ്പിലാണ്. നമസ്കരിക്കേണ്ടവൻ ആരാണെന്നറിഞ്ഞ് നമസ്കരിക്കുന്ന നല്ലത്. ആരെ ആരാധിക്കണമെന്നറിയാതെ ആരെയും ആരാധിക്കുന്ന കാലം, എന്തിനെ ആരാധിക്കണമെന്നറിയാതെ എന്തിനേയും ആരാധിക്കുന്ന കാലം. അങ്ങനെ ഒരു കാലത്ത് സത്യദൈവത്തെ തിരിച്ചറിയാൻ കൃപ ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഞാൻ വിശ്വസിക്കുന്ന കാര്യം പറയാം. ഏറ്റവും കൂടുതൽ ന്യായവിധി, ശിക്ഷാവിധി കേരളത്തിലുള്ളവർക്കായിരിക്കും. ഏറ്റവും കൂടുതൽ വചനപഠനം നടക്കുന്നത് കേരളത്തിലാണ്. പീഡനം കുറവ് കേരളത്തിലാണ്. സത്യവചനം പഠിപ്പിക്കാൻ അറിയാവുന്ന ഉപദേശകർ കേരളത്തിലാണ്. സാക്ഷരത കേരളത്തിലാണ്. വചനത്തിന്റെ ശബ്ദം തിരിച്ചറിയുന്നത് കേരളത്തിലാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലുള്ളവരോട് കർത്താവ് ചോദിക്കാൻ പോവുകയാണ്. വടക്കേ ഇന്ത്യയിലുള്ളവർക്ക് എവിടെ നമസ്കരിക്കണമെന്നറിയില്ല. ഞാനൊരു റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുക. ആ റെയിൽവേ സ്റ്റേഷനിൽ കാങ്കാരുവിന്റെ രൂപത്തിൽ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഒരു തമിഴത്തിൽ സ്ത്രീ വന്ന് ആ കാങ്കാരുവിനെ തൊട്ട് നമസ്കരിച്ചുകൊണ്ടിരിക്കുക. അത് വേസ്റ്റ് പാത്രമാണെന്നോ അതിനകത്ത് വീഴുന്ന വേസ്റ്റോ പോലും ഒരു ശ്രദ്ധിക്കുന്നില്ല. എന്തിനെ ആരാധിക്കണമെന്നറിയില്ല, ആരെ ആരാധിക്കണമെന്നറിയില്ല, എങ്ങനെ ആരാധിക്കണമെന്നറിയില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ആരെ ആരാധിക്കണമെന്ന് ക്രൂശ് നമ്മെ കാണിച്ചു തന്നിരിക്കുന്നു. ആരെ ആരാധിക്കണമെന്ന് പിതാവായ ദൈവം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഈ രാത്രി ഈ ദേശനിവാസികളോട് ഞാൻ പറയട്ടെ, എവിടെയെങ്കിലും കൊണ്ട് നേർച്ച കാഴ്ചകളിട്ട് ആരെയെങ്കിലും ആരാധിച്ച് പുണ്യവാളന്മാരോട് അപേക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കാര്യം പോക്കാം. വീണ്ടും ജനനം പ്രാപിക്കാതെ, ദൈവത്തിൽ ജനിക്കാതെ ആർക്കും സ്വർഗരാജ്യത്തിലെത്താൻ കഴിയില്ല. യോഹന്നാന്റെ ലേഖനത്തിൽ നിന്നാണ് നാം ചിന്തിച്ചത്. യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നു, കൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അപ്പൊ നമുക്ക് ദൈവമക്കളാകുവാൻ അനുവാദം തന്നത് ക്രൂശിലെ സ്നേഹമാണ്. ആ ക്രൂശിലെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞത് നാം ദൈവത്തോട് അടുത്തിരുന്നപ്പോഴല്ല, പിന്നെയോ അഭക്തരായിരുന്നപ്പോൾ, ശത്രുക്കളായിരുന്നപ്പോൾ, പാപികളായിരുന്നപ്പോൾ, ബലഹീനരായിരുന്നപ്പോൾ അവൻ തന്റെ സ്നേഹം നമുക്ക് വേണ്ടി ഒഴുക്കിയെങ്കിൽ ഈ ദേശത്തുള്ള കുടുംബങ്ങളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നു, അഭക്തരായി ദൈവത്തെ വിട്ടകലുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന് ശത്രുക്കളായിരിക്കുന്നവരെ, ദൈവത്തിനെതിരെ നിൽക്കുന്നവരെ, സുവിശേഷത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ, നിങ്ങളെയും സ്നേഹിക്കുന്ന ഒരു സ്നേഹം കാൽവരി ക്രൂശിൽ വെളിപ്പെട്ടിട്ടുണ്ട്. ക്രൂശിലെ സ്നേഹത്തിന്റെ മുൻപിൽ
ശത്രുവെന്നോ മിത്രമെന്നോ വ്യത്യാസമില്ല. ആരെയും തന്റെ അടുക്കിലേക്ക് ചേർത്ത് നിർത്തുന്ന ദൈവസ്നേഹത്തെ ഈ രാത്രി ഞാൻ ഉയർത്തുക. നിങ്ങൾക്കറിയാമോ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമന്യേ യേശുവിനെ സ്വീകരിക്കുന്ന മുഴുവൻ പേർക്ക് വേണ്ടിയും താൻ കാൽവരി ക്രൂശിൽ തന്റെ രക്തമൊഴുക്കി. അതുകൊണ്ടാണ് പോയ വഴിയിൽ കുറേനക്കാരനായ ശീമോൻ ആ ക്രൂശിന്റെ അറ്റം ഒന്ന് ചുമന്നപ്പോൾ അവന്റെ തൊലിയുടെ നിറം നോക്കാതെ അവരെ മാറ്റി നിർത്താൻ കർത്താവ് തയ്യാറായില്ല. ഞാൻ വിശ്വസിക്കുന്ന കാര്യം പറയാം, ആ യാത്രയിൽ ആ ക്രൂശിന്റെ ഒരറ്റം ചുമന്നപ്പോൾ അവന്റെ കണ്ണുകളിലേക്ക് യേശു വന്ന് നോക്കി. വളരെ ദയനീയതയോടെ വയലിൽ നിന്ന് പണി കഴിഞ്ഞു വരുന്ന ആ ചെറുപ്പക്കാരൻ തന്റെ ക്ഷീണത്തിന്റെ ആധിക്യത്തിൽ ആ ക്രൂശ് പതിയൊന്ന് ചുമന്നു കൊടുത്തതാ. പക്ഷേ പിന്നീട് തന്റെ കുടുംബത്തിൽ പ്രസിദ്ധരായ സുവിശേഷകർ എഴുന്നേൽക്കത്തക്ക നിലയിൽ ആ കുടുംബത്തെ സുവിശേഷത്തിന്റെ പങ്കാളിയാക്കിയെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന നിലയിൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന് ഒരു സാക്ഷ്യം വഹിപ്പാൻ, ഒന്ന് ചുമന്നു കൊടുക്കുവാൻ, ചിലരെയും കൂടെ ചേർത്ത് നിർത്താൻ തയ്യാറായാൽ നിന്റെ തലമുറയെ പ്രസിദ്ധരാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് മറക്കണ്ട. മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ഒക്കെ താൻ വ്യത്യസ്തനായിരുന്നു. ഉയർത്തെഴുന്നേറ്റ് വരുന്ന യേശു ക്രിസ്തുവിനെ ആരംഭത്തിൽ കണ്ടത് മറിയയാണ്. മറിയ വളരെ കരഞ്ഞുകൊണ്ട് കല്ലറയ്ക്കടുക്ക നിൽക്കുക. മറിയയ്ക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അരുമനാഥനെ ഒന്ന് കാണണം, അവൾ ഒരുക്കിക്കൊണ്ടുവന്ന സുഗന്ധവർഗം ഒന്ന് അർപ്പിക്കണം. പക്ഷെ വൈകിപ്പോയി. അവൾ കൊണ്ടുവന്നൊന്നും അർപ്പിക്കുന്നതിന് മുൻപ് അരുമനാഥൻ തൻ പോകേണ്ട സ്ഥലത്തെത്തി. ഹല്ലേലൂയ. അവന്റെ മുൻപിലുള്ള ഏറ്റവും പ്രതിസന്ധി ആ കല്ലറയുടെ വാദത്തിൽ ഉരുട്ടിവെച്ച കല്ലാണ്. ഉരുട്ടിവെച്ചത് തിരിച്ചുരുട്ടാനുള്ള ആരോഗ്യം മറിയയ്ക്കില്ല. പക്ഷെ യേശുവിനെ കാണാൻ ഒരാൾ ആഗ്രഹിച്ചാൽ ആ ആളിന്റെ ആഗ്രഹം അറിയുന്ന ഒരു കർത്താവുണ്ടെന്ന് ഇന്ന് ഞാൻ ഈ ദേശത്തോട് വിളിച്ചു പറയുക. അവൾ വീട്ടിൽ ഇറങ്ങിയപ്പോൾ മുതൽ അവളോട് കൂടെയുള്ള സ്ത്രീകളോട് സംസാരിച്ചത് എന്താണെന്നറിയാമോ? കർത്താവിനെ ഒന്ന് കാണണം, എനിക്ക് കർത്താവിനെ ഒന്ന് തൊടണം. പക്ഷേ ആ കല്ലറയുടെ വാതിക്കലെ കല്ല് വളരെ വലുതാ, അത് ഉരുട്ടി മാറ്റുവാൻ നമുക്ക് കഴിയില്ല. പക്ഷെ അവൾ പോകുന്ന യാത്രയിൽ അവൾ പോലും അറിയാതെ ഭൂകമ്പത്തെ അയച്ച് കല്ലറയുടെ മുമ്പിലുള്ള കല്ലുരുട്ടി മാറ്റി അവരുടെ ആഗ്രഹത്തെ സാധിപ്പിച്ച ഒരു സർവശക്തനായ ദൈവം ഇന്ന് രാത്രി ഈ ദേശനിവാസികളോട് അകത്തുള്ളവരോട് പറയുക, യേശുവിനെ കാണുന്നതിന് തടസ്സമായി നിന്റെ മുൻപിൽ പിശാച് ഉരുട്ടി വെച്ചതോ, മനുഷ്യൻ ഉരുട്ടി വെച്ചതോ, മതങ്ങൾ ഉരുട്ടി വെച്ചതോ, രാഷ്ട്രീയക്കാർ ഉരുട്ടി വെച്ചതോയ കാറ്റ് നോക്കി നീ ഭയപ്പെടേണ്ട. നീ എവിടെ എത്തുന്നതിന് മുൻപ് ദൂതനിറങ്ങി കാറ്റുരുട്ടി മാറ്റുമെന്ന് ഇന്ന് രാത്രി കാണാൻ ആഗ്രഹത്തോടെ, ഈ രാത്രിയിൽ രക്ഷിക്കപ്പെട്ട ദൈവജനമേ, യേശുവിനെ കാണാനുള്ള ആഗ്രഹത്തോടെ കടന്നു വന്നിട്ട് കാണാൻ കഴിയാതെ നിന്നെ പലതിനകത്തും തടഞ്ഞു വെച്ചിരിക്കുന്ന പൈശാചിക ആധിപത്യങ്ങളെ തകർക്കാൻ ഇന്ന് രാത്രി സ്വർഗം ഇവിടെ വെളിപ്പെട്ടു വരികയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ അകത്തുള്ളവരോട് ദൂത് പറയുക, നിന്റെ മുൻപിലുള്ള ചില കല്ലുകൾ മാറാറായി, ചിലതിനെ ഉരുട്ടി മാറ്റാൻ പോകുക. മനുഷ്യനെ കൊണ്ട് കഴിയാത്തതോ ദൈവം ചില ഉരുട്ടി മാറ്റുക. നിന്റെ മുൻപിൽ നിന്റെ വഴിക്ക് തടസ്സമായി, നന്മയ്ക്ക് തടസ്സമായി, ദൈവിക വാഗ്ദത്തങ്ങൾക്ക് തടസ്സമായി ശത്രു ഉരുട്ടി വെച്ച കല്ലുകളെ നോക്കി നീ ഭാരപ്പെടേണ്ട. ഇന്ന് നീ അവിടെ വീട്ടിലെത്തുന്നതിന് മുന്നേ ഞാൻ വിശ്വാസത്തോടെ ഒരു ദൂത് വിളിച്ചു പറയുക, ഈ സുവിശേഷ യോഗത്തിൽ വന്ന് സാക്ഷ്യം വഹിച്ച നിന്റെ കുടുംബത്തിനകത്ത് നന്മയ്ക്ക് തടസ്സമായി ഉരുട്ടി വെച്ച കല്ലുണ്ടല്ലോ, ആ കല്ലിനെ നോക്കി ആത്മാവിൽ പ്രവചിക്കുകയാ. ഇന്ന് വീട്ടിലെത്തുമ്പോൾ ആ കല്ല് ഉരുണ്ടു മാറിയോ നീ കാണും. നിന്റെ മുൻപിലുള്ള കല്ല് എത്ര വലുതാണെന്നുള്ള ദൈവത്തിന് വിഷയമല്ല. അത് ഉരുട്ടി വെച്ച അധികാരങ്ങളോ റോമ ഗവൺമെന്റിന്റെ ഇംപീരിയൽ മുദ്രയോ ദൈവത്തിന് വിഷയമല്ല. വിശ്വസിക്കുന്നവര് സകലവും കഴിയും. ഇന്ന് രാത്രി സ്വർഗ്ഗമിറങ്ങാൻ പോകുകയാണ്. പുറത്തുള്ളവർ മനസ്സാന്തരപ്പെടട്ടെ, അകത്തുള്ളവർ ധൈര്യപ്പെടട്ടെ. ദൈവിക വാഗ്ദത്തങ്ങളുടെ മുൻപിൽ തടസ്സങ്ങൾ വെക്കുന്ന പിശാചിനെ കണ്ട് നീ ഭയപ്പെട്ട് മാറാനുള്ളയാളല്ല. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ നിന്റെ കാലുകൾക്ക് ദൈവം കൃപ തന്നിട്ടുണ്ട്, നിന്റെ കൈകൾക്ക് ദൈവം കൃപ തന്നിട്ടുണ്ട്. തടസ്സമായി നിൽക്കുന്ന ചിലരെ ശാസിക്കാൻ ദൈവത്തിന്റെ നാവിന് അധികാരം തന്നിട്ടുണ്ട്.
രക്ഷിക്കപ്പെട്ട ദൈവകൽപ്പന അനുസരിച്ച ദൈവജനത്തെ കുറ്റബോധമുളവാക്കി, പാപബോധമുളവാക്കി അകത്തളങ്ങൾ ഒതുക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾക്കെതിരെ നാവുകൊണ്ട് യുദ്ധം ചെയ്യണം. നിന്റെ മേലുള്ള അഭിഷേകം ചലിക്കട്ടെ. ഈ രാത്രി സ്വർഗം ചിലതിനെ തോന്നട്ടെ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ചില കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെടാൻ പോകുകയാണ്. പിശാച് കെട്ടിവെച്ച ചില തലമുറകൾ യേശുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടാൻ പോകുന്നുവെന്ന് ദൈവാത്മാവിനോട് പറയാൻ പറയുന്നു. ഈ രാത്രി വിശ്വസിച്ചുകൊണ്ട് മൈലുകൾക്ക് അപ്പുറത്തിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം ചിലതിന്റെ കേട്ടഴിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ ആരാധിച്ചാട്ടെ. ചില കെട്ടുകൾ അഴിയുകയാണ്. ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ മൈലുകൾക്ക് അപ്പുറത്ത് നിന്റെ തലമുറയെ ഒതുക്കി വെച്ച് നന്മ കാണിക്കയില്ലെന്ന് പറയുന്ന ചില പൈശാചിക അധികാരങ്ങളോട് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില കെട്ടുകൾ അഴിയട്ടെ. ഈ രാത്രി ദൈവം ചില കെട്ടുകളെ അഴിക്കുമെന്നവരോട് പറയുന്നു. പുറത്തുള്ളവർക്കുള്ള ദൂതാണ് പറയുന്നതെങ്കിലും അകത്തുള്ളവരോട് പരിശുദ്ധാത്മാവ് പറയുക, കെട്ടഴിപ്പീൻ. ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. ദൈവം നിന്നോട് പറഞ്ഞ ദൂതുകളെ മാറ്റി പറയാൻ ലോകത്തിലെ ഒരു ശക്തിക്ക് ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. യേശു ക്രിസ്തുവിന്റെ മരണത്തിന് മുൻപ്, തന്റെ മരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ശബത്ത് നാളായതുകൊണ്ട് കാലുകൾ ഒടിപ്പിച്ചാൽ അവർ മരിക്കുമെന്നാണ് അവിടുത്തെ നിയമം. അങ്ങനെ കാലുകൾ ഒടിപ്പിക്കാനായി പടയാളികൾ ക്രൂശിനടുക്കിലേക്ക് വരിക. അവർ വന്ന് നോക്കുമ്പോൾ 2 പടയാളികൾ വന്ന് ഇടത്തും വലത്തും കിടന്ന കള്ളന്മാരുടെ കാൽ ഒടിപ്പിച്ചു. എന്നാൽ യേശുവിന്റെ കാലിലേക്ക് നോക്കിയപ്പോൾ യേശു മരിച്ചു കഴിഞ്ഞു. നൂറ്റാണ്ടുകൾ മുൻപ് പ്രവചനത്തിൽ എഴുതി, അവന്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകരുതെന്ന്. ഇന്ന് രാത്രി ദൈവാത്മാവിനെ ഓർപ്പിച്ചിട്ട് പറയുന്നു, നിനക്ക് വേണ്ടി സ്വർഗം എഴുതി വെച്ച വാഗ്ദത്തങ്ങൾ, അരുളപ്പാടുകൾ, ദൈവിക ആലോചനകൾ, ദൈവിക വാഗ്ദത്തങ്ങൾ, അതിനെ തകർക്കാൻ ശത്രുവിന് കഴിയില്ല. എത്ര നിയമങ്ങൾ റോമ ഗവൺമെന്റിന്റെ നിനക്ക് നേരെ വന്നാലും ഗവൺമെന്റ് തലത്തിൽ നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. രാത്രി കർത്താവ് ചോദിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി ആരോട് സംസാരിക്കണം? പറഞ്ഞു, ആരോട് സംസാരിക്കണം? ഏത് ഗവൺമെന്റിനോട് സംസാരിക്കണം? ഏത് ഗവൺമെന്റിന്റെ ഉറക്കത്തെ കെടുത്തണം? എനിക്കറിയില്ല. തമ്പുരാൻ എന്താ ദൂരം അങ്ങോട്ട് കൊണ്ടുപോകുന്നത്? ഏത് രാജ്യത്തെ ഗവൺമെന്റിന്റെ ഉറക്കത്തെ കെടുത്തണം? ഇന്ന് രാത്രി നീ പറ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഏത് രാജ്യത്തെ ഗവൺമെന്റിനോട് സംസാരിക്കണം? നീ പറ. നിന്റെ നാവ് തുറന്ന്, നിന്റെ നാവ് തുറക്കട്ടെ, നിന്റെ നാവ് തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചിലത് തുറന്നു വരട്ടെ, ചില വഴികൾ ഓപ്പണാവട്ടെ. ചില രാജാക്കന്മാരുടെ ഉറക്കം കെടുത്തിയ ദൈവമാണ് നമ്മുടെ മേൽ. ഞാൻ ഇന്ന് പറയാൻ വന്ന ദൂത് ഇവിടെ നിർത്തുക. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ ദൂത് പറഞ്ഞ് നിർത്താൻ പോവാ. മൊർദെഖായി എന്ന മനുഷ്യൻ പ്രാർത്ഥിക്കുന്നവനാ. അവന് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അവൻ പ്രാർത്ഥിക്കുക. പക്ഷെ അവനെതിരെ പ്രാർത്ഥിക്കാത്തവൻ എഴുന്നേറ്റു. പ്രാർത്ഥിക്കുന്നവനെതിരെ എഴുന്നേൽക്കുന്നത് പ്രാർത്ഥിക്കാത്തവനാ. പ്രാർത്ഥിക്കുന്നവന്റെ വീഴ്ച കാണാൻ നിൽക്കുന്നത് പ്രാർത്ഥിക്കാത്തവനാണ്. ഇവൻ പ്രാർത്ഥിച്ച് ജയം നേടുമെന്ന് കണ്ടപ്പോൾ പ്രാർത്ഥിക്കാത്തവന്റെ വീടിനകത്ത് അസ്വസ്ഥത ആരംഭിച്ചു. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് നടക്കേണ്ട നന്മയ്ക്കെതിരെ പ്രാർത്ഥിക്കാത്തവന്റെ വീടിനകത്ത് അസ്വസ്ഥത വ്യാപരിച്ചാൽ ഈ ഭാരപ്പെടേണ്ട പ്രാർത്ഥനയുടെ പവർ കൂട്ടിക്കോ. യേശുവിന്റെ നാമത്തിൽ ഈ ദേശത്ത് ചിലതിനെ ദൈവസഭയിലേക്ക് കൊണ്ടുവരാൻ പ്രാർത്ഥന ആരംഭിക്കട്ടെ. മടുത്തു നിൽക്കുന്ന ചിലതിനെ ചൂളകുത്തി വിളിക്കുന്നത് പോലെ ചൂളകുത്തി ദൈവം കൊണ്ടുവരുമെന്ന് ഞാൻ ആത്മാവിനെ വിശ്വസിച്ചുകൊണ്ട് പ്രവചിക്കുകയാ. കരിപ്പുഴ ദേശത്ത് ചിലതിനെ ചൂള
മൊർദെഖായിക്കെതിരെ അകത്ത് അണിയറ നീക്കങ്ങൾ നടക്കുന്നെങ്കിൽ ഓർക്കുക, ദൈവം ഇടപെടാൻ സമയമായി. പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ തകർക്കുവാൻ പിശാചു വെച്ച കെണികളെ ഛേദിച്ച് കളയുന്ന ആത്മശക്തിയുടെ വ്യാപാരം ഈ കേരളക്കരയിൽ വീശുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നാളുകളായി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരുപാട് വേദികളിൽ കേട്ടതായിരിക്കും. ഒരിക്കൽ കൂടെ ഞാൻ ഓർപ്പിക്കുക, ഇന്ത്യയുടെ വടക്കേ അറ്റത്തുനിന്ന് വാള് പുറപ്പെടുമെന്ന്. ഹല്ലേലൂയ. നമുക്കിവിടെ നല്ല കംഫർട്ട് സോണിൽ ഡൺലപ്പ് ബെഡിൽ കിടക്കുമ്പോ എത്ര പേര് പീഡനം അനുഭവിക്കുന്നെന്നോ എത്ര പേര് രക്തസാക്ഷിയായെന്നോ നമുക്കറിയില്ല. കഴിഞ്ഞ ദിവസം ആസാമിലുള്ള ഒരു സഹോദരി ഞങ്ങളുടെ ഗ്രൂപ്പിൽ ദൈവവചനം സംസാരിക്കാൻ കയറിയപ്പോൾ പറഞ്ഞു, ഇന്നിവിടെ 3 പേരെ ആസാമിൽ കൊന്നുകളഞ്ഞുവെന്ന്. എന്നിട്ട് ആ ദൈവദാസി പറഞ്ഞു, നിങ്ങൾ 3 പേരെന്ന് കേൾക്കുമ്പോ അത് 30 300 എന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ലെന്ന്. സുഖമായി ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുന്ന സഹോദരങ്ങളെ, ഇന്ന് രാത്രി അകമൊന്ന് കത്തണമെന്ന്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുനിന്ന് വാള് പുറപ്പെടുമ്പോൾ തെക്കേ അറ്റത്തുനിന്ന് ഒരു തീ പുറപ്പെട്ട വാളിനെ ദഹിപ്പിക്കുമെന്ന് ചില നാളുകൾക്ക് മുൻപ് നിത്യതയിൽ കയറിയ ഒരു ദൈവഭക്തൻ വിളിച്ചു പറഞ്ഞ പ്രവചനം ഇത് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് കേരളക്കരയിൽ ആ തീ പടരട്ടെ. ആ തീ പടർന്നാൽ വടക്കുനിന്ന് പുറപ്പെടുന്ന സുവിശേഷ വിരോധികളുടെ വാളുകൾ ദഹിക്കപ്പെടും. മൊർദെഖായിയുടെ പ്രാർത്ഥന വർദ്ധിച്ചപ്പോ ഹാമാന്റെ വീടിനകത്ത് ഭയങ്കര പണി. ആശാരിമാരെല്ലാം കൂടിയിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? പ്രാർത്ഥിക്കുന്നവരെ തൂക്കിക്കളയാനുള്ള കഴുകുമരം. രാത്രി ഞാൻ അകത്തുള്ളവരോട് ദൂത് പറഞ്ഞു നിർത്തുക, നിന്റെ പ്രാർത്ഥനയുടെ പവർ കൂടുമ്പോ കഴുകുമരത്തിന്റെ ഉയരവും കൂടും. യേശുവിന്റെ നാമത്തിൽ ദൈവസഭ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ കഴുകുമരത്തിന്റെ ശക്തി വർദ്ധിക്കും. പക്ഷേ ഒറ്റ പ്രതീക്ഷ മതി, രാത്രിയുടെ യാമത്തിൽ ഉറങ്ങാൻ കഴിയാതെ രാജകൊട്ടാരത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും രാജാവ് നടക്കുക. പ്രാർത്ഥനയുടെ പവർ കൂടുമ്പോൾ കൊട്ടാരങ്ങൾക്കകത്ത് ചലനമുണ്ടാകുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? പ്രാർത്ഥന വർദ്ധിച്ചാൽ കൊട്ടാരങ്ങൾ പിടിച്ചു കുലുക്കപ്പെടും. സുഖകരമായ ഭക്ഷണം കഴിച്ചുറങ്ങേണ്ട രാജാവ് കൊട്ടാരത്തിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഞാൻ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. നിങ്ങൾ എത്ര പേര് അത് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ആ രാജാവ് ഇങ്ങനെ കൊട്ടാരത്തിനകത്ത് നടക്കുമ്പോ തന്റെ മുൻപിൽ ഒരുപാട് ഡയറികൾ, ഒരുപാട് ദിനവൃത്താന്ത പുസ്തകങ്ങൾ അടുക്കി 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 വെച്ചിട്ടുണ്ടല്ലേ? മറ്റേ പുസ്തകങ്ങളോ അല്ല, ഒരുപാട് ബുക്കുകളുടെ ഇടയിൽ നിന്ന് കൃത്യം പ്രാർത്ഥിക്കുന്ന മൊർദെഖായിക്ക് ലഭിക്കേണ്ട നന്മയെ കുറിച്ച് എഴുതിയ ബുക്ക് കയ്യിലെടുക്കാൻ അവനെ മനസ്സിലായെന്ന് എന്റെ വിശ്വാസം. എനിക്കത് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. ചിലപ്പം ആയിരക്കണക്കിന് ദിനവൃത്താന്ത പുസ്തകങ്ങൾ നിരത്തി വെച്ചതിന്റെ നടുവിൽ പ്രാർത്ഥിക്കുന്ന മൊർദെഖായിയെ കുറിച്ച് അവര് കൊടുക്കേണ്ട നന്മ കൊടുത്തിട്ടില്ലെന്ന് എഴുതി വെച്ച ഡയറി കൃത്യം വലിച്ചെടുക്കാൻ ആരാ പറഞ്ഞ രാജാവിനോട്? ആ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. മനസ്സിലായവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിനക്ക് ലഭിക്കേണ്ട നന്മയെ തടയാൻ ആയിരക്കണക്കിന് ഭൂതങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചാലും മാനുഷിക അധികാരങ്ങൾ എഴുന്നേറ്റാലും നിനക്ക് വേണ്ടി സ്വർഗം എഴുതി വെച്ച ആ ഡയറി കൈകൊണ്ടെടുക്കാൻ താമ്പുരാൻ പ്രവർത്തിക്കുമെന്ന് ഈ രാത്രി വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ ദൈവത്തിന് നന്ദി പറയുക. ആ കൃത്യമായി ഡയറി വലിച്ചെടുത്തു. കൃത്യം തുറന്നപ്പോൾ മൊർദെഖായി ചെയ്ത നന്മ. യെസ്, നീ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പദവിയൊക്കെ പറയാനുള്ളവരെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഒന്നും പ്രശംസിക്കാനില്ലാത്ത എന്റെ നിങ്ങളെ ഈ ക്രൂശിന്റെ ചുവട്ടിലേക്ക് വലിച്ചടിപ്പിച്ച് ആ ശിമോൻ ആ ക്രൂശിന്റെ അറ്റം ചുമന്നപ്പോൾ അവന് പദവി കൊടുത്തതുപോലെ യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ഒരറ്റം ചുമക്കാൻ എന്റെ മാതാപിതാക്കൾക്ക് ദൈവം ഭാഗ്യം തന്നു. അതുകൊണ്ട് തലമുറകളാകുന്ന ഞങ്ങളെ കർത്താവ് മാനിച്ചു. സമ്പത്ത് അധികമൊന്നും കാണത്തില്ല, വലിയ ബഹുനില കെട്ടിടമൊന്നും കാണുകയില്ല. ഇവിടെ വരുന്ന ഇന്നോവ കാറൊന്നും എന്റെ കയ്യിലില്ല. പക്ഷേ എനിക്കറിയാം, അതിനേക്കാൾ വലിയ ഒരു സമ്പത്ത് നിത്യതയിൽ കാണിച്ചു തന്നിട്ട് എന്റെ മാതാപിതാക്കൾ വിശ്രമിച്ചത്.
ഇന്ന് ഞാൻ നന്മയ്ക്ക് വേണ്ടി ഓടുന്നയാളല്ല. എന്നെ അറിയാവുന്ന ചുരുക്കം ഇവിടെ ഇരിപ്പുണ്ട്. എനിക്കൊരു വലിയ വണ്ടി വേണം, ഒരു വലിയ സാമ്പത്തിക സൗകര്യം വേണം. ഞാൻ ഒരിക്കലും ദൈവത്തോട് പ്രാർത്ഥിക്കാറില്ല. പക്ഷെ ദൈവത്തോട് പറയും, കർത്താവേ, ഈ അറിഞ്ഞ സത്യത്തിൽ എന്റെ മരണം വരെ നിൽക്കണം. നമ്മുടെ വിചാരം ഇവിടെ കുറെ നന്മ ലഭിച്ചിട്ട് പോണമെന്ന. ഇന്ന് ഞാൻ യാത്ര ചെയ്ത് വന്ന് ട്രെയിനില്ല. ഞാൻ എൻ്റെ ഒരു കാര്യം പറയട്ടെ, എനിക്കൊരു മെയിൻ സർജറി കഴിഞ്ഞ് 2.5 മാസമേ ആയുള്ളൂ. എൻ്റെ വീട്ടിൽ നിന്ന് പോരാൻ നേരത്തെ എൻ്റെ മോളെന്നോട് പറഞ്ഞു, തുള്ളരുത്, ചാടരുത്. ഈ 2.5 മാസം 3 മാസം കഴിയാതെ വീടിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ലെന്ന് സ്ട്രിക്റ്റ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ മരണത്തിൽ എന്നെ വിടുവിച്ചവനെ ഉള്ള കാലം ഞാൻ ഉയർത്തുക. രാത്രി എൻ്റെ ആരോഗ്യം നോക്കാതെ ട്രെയിനിലൊക്കെ ചാടിക്കേറി നടന്ന് പ്ലാറ്റ്ഫോമിലൂടെ ഒക്കെ നടക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് ഞാൻ യാത്ര ചെയ്ത് വന്ന് വളരെ ക്ഷീണിച്ചാണ് ഞാൻ വന്നേ. പക്ഷെ ആ വഴിയിൽ ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ തന്ന ആരോഗ്യത്തിനായി സ്തോത്രം, ഈ തന്ന സൗഖ്യത്തിനായി സ്തോത്രം, യേശുവിനെ ഉയർത്താനുള്ള ശബ്ദത്തിനായി സ്തോത്രം. ഈ രാത്രി ഞാൻ നിങ്ങളോട് പറയുക, ലോകത്തിൽ ലഭിക്കുന്ന ഭാഗ്യത്തെക്കാൾ നന്മയേക്കാൾ വലുത് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു സ്റ്റേജ്. ആ മുതൽക്കാരിയെ മാനിക്കാതിരിക്കാൻ ദൈവത്തിന് പറ്റില്ല. എൻ്റെ മാതാപിതാക്കൾ ഈ വിശ്വാസത്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം ഒരുപാട് ദോഷം ചെയ്തു, ഒത്തിരി എതിർത്തു, ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി. കുടുംബത്തിലെ പ്രധാന ഫംഗ്ഷൻസിനൊക്കെ വരണ്ട, കാതും കഴുത്തും പറിച്ചു വരുന്നു വരണ്ടെന്ന് പറഞ്ഞ മാർഗമാണിത്. പക്ഷേ അന്നൊക്കെ പിടിച്ചു നിൽക്കാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആദ്യം ഞങ്ങളുടെ ഡേറ്റ് നോക്കിയാ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ദൈവം ആരാന്നറിയാമോ? ദൈവം വിശ്വസ്തന. ഒന്ന് പിടിച്ചു നിൽക്കാമോ? അല്പം കൂടെ ഒന്ന് പിടിച്ചു നിൽക്കാമോ? ദൈവം നന്മയുടെ വഴികൾ തുറക്കുമ്പോൾ, ദൈവം നിങ്ങളെ ഉയർത്തുമ്പോൾ, നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ നിവർത്തിയാകുമ്പോൾ നിങ്ങൾക്കെതിരെ നിന്നവർ മടങ്ങി വരും. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കും. ഈ രാത്രി വിശ്വാസത്തോടെ ദൂതേറ്റെടുത്തു. ഇന്ന് നിങ്ങൾക്കെതിരെ പറയുന്നവർ നാളെ നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങൾ യേശുവിനെ അറിയുവാൻ വേണ്ടിയ നിങ്ങളെ ദൈവം ആദ്യപരമായി വിളിച്ചത്. പ്രൈസ് ഗോഡ്. മൊർദെഖായിയെ, നീ പ്രാർത്ഥിച്ചിട്ട് എന്നാ ഗുണം കിട്ടിയേ? നീ കൊടുത്തതിന് എന്നാ പ്രതിഫലം കിട്ടിയേ? എന്റെ മാതാപിതാക്കൾ ഒരുപാട് സമ്പാദിച്ചു, ഒത്തിരി സമ്പാദിച്ചത് മുഴുവൻ ദൈവനാമത്തിന് കൊടുത്തു. എന്റെ കുടുംബക്കാർ പറഞ്ഞു, മുഴുവൻ ഉപദേശിമാർക്ക് കൊടുത്തിട്ട് 2 പെൺമക്കളും തെണ്ടുന്നത് ഞങ്ങൾ കാണുമെന്ന്. കൃപയാൽ ഇന്ന് വരെ ദൈവം പറഞ്ഞ പല ദൂതുകളും നിവൃത്തിയാകാനുണ്ട്. ബാക്കിയൊക്കെ നിവൃത്തിയായി. പക്ഷെ പിശാച് പറഞ്ഞ ഈ ദൂത് ഇതുവരെ നിവൃത്തിയായില്ല. ഞങ്ങൾ തെണ്ടാൻ ദൈവം ഇടയാക്കിയില്ല. ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയാ, ദൈവത്തിൽ വിശ്വസിക്കുന്നവരും അവന്റെ തലമുറകളും ലജ്ജിക്കയില്ല. ദേശത്തിന്റെ നടുവിൽ അപമാനിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട് കരഞ്ഞ് നിലവിളിച്ച് വേദനയോടെ ആയിരിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, ഈ നാമം ധരിച്ചിട്ട് കഷ്ടങ്ങളുടെ തീച്ചൂളയിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഓർക്കുക, ഒരു നന്മയുടെ സമയം മുൻപിലുണ്ട്. ഇന്ന് നീ കടന്നു പോകുന്ന കണ്ണുനീരിന്റെ പാതയുണ്ടല്ലോ. ഇന്ന് നീ അപമാനിക്കപ്പെട്ട് തലതാഴ്ത്തിയിരിക്കുന്ന ദിവസങ്ങളിലെ അപവാദം കേട്ട് നിന്റെ ചെവി മരച്ചിരിക്കല്ലേ, സാരമില്ലല്ലേ, തമ്പുരാൻ ഇറങ്ങുവന്നേ. രാത്രി മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് വേണ്ടി നിന്നവന്റെ കുടുംബത്തെ ഇനി ഒരിക്കലും തകരാൻ അനുവദിക്കില്ല. പ്രൈസ് ഗോഡ്. ദൈവത്തിന് ജനിച്ചിരിക്കുന്നവൻ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ. എന്താ വിശ്വാസം? ഇതുവരെ കാണാത്ത ചിലത് സംഭവിക്കാൻ പോകുന്നതാ വിശ്വാസം. ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് വിശ്വാസം. ഈ രാത്രി അതിര് കടന്ന് വിശ്വസിക്കാമോ? മോശെ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നെങ്കിൽ നീ പ്രതിസന്ധികളുടെ നടുവിൽ ഒന്ന് ഉറച്ചു നിൽക്കുന്നേ, ഉറച്ചു നിൽക്കുന്നേ. ദൈവത്തിന്റെ വഴി തുറക്കാൻ പോകുക. നീ കാണാത്തൊരു വഴി ആ ചെങ്കടലിന്റെ നടുവിലൂടെ ചാറിയതുകൊണ്ടിരിക്കുക. ഞാനിത് രാത്രി സന്തോഷത്തോടെ പറയുക, ഇതുവരെ കാണാത്ത ചില വഴികൾ ചെങ്കടലിന്റെ നടുവിലൂടെ സ്വർഗ്ഗം തുറന്നു കഴിഞ്ഞു. ദിവസങ്ങൾ അതിന്റെ കാര്യങ്ങൾ ക്രമീകരണത്തിൽ വരാൻ പോവാ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പട്ടണത്തിന്റെ നടുവിലൂടെ കൈപ്പോടെ അത്യുച്ചത്തിൽ, ഓ ഹല്ലേലൂയ, കൊട്ടാരത്തിന് ലഭിച്ച ഡ്രസ് മാറ്റിവെച്ചിട്ട് ചാക്കുശീല ഉടുത്തുകൊണ്ട് പട്ടണത്തിന്റെ വാതിൽക്കൽ കരഞ്ഞപ്പോൾ കണ്ടവർക്കൊക്കെ പരിഹാസം തോന്നി. പക്ഷെ വിദൂരമല്ലാത്ത ഒരു സമയം നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് നീ ചാക്കുശീല ഉടുത്ത് പട്ടണത്തിന്റെ നടുവിൽ കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിക്കുന്ന കണ്ട് ചില മാറുന്നത് കൈയടിക്കുക. ഞാനൊരു ദൂത് പറയട്ടെ, ദിവസങ്ങൾ കഴിയുമ്പോൾ രാജാവ് കയറുന്ന കുതിരയിൽ കയറി രാജാവിന്റെ വസ്ത്രം ധരിച്ച് ഏത് ശൂഷൻ പട്ടണത്തിലൂടെ നീ നിലവിളിച്ചോ, ആ ശൂഷൻ പട്ടണത്തിലൂടെ നിനക്കൊരു മനോഹരമായ യാത്രയുണ്ട്. ഈ രാത്രി വിശ്വസിച്ച് ദൂത് പിടിച്ചെടുക്ക. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ കുടുംബത്തോടുള്ള ദൂത്, നിന്റെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ദൂത് നീ ഒന്ന് വിശ്വാസത്താൽ പിടിച്ചോ. അത് സംഭവിക്കാൻ പോകുകയാണ്. നന്മ വരുമ്പോൾ
വരുമ്പോ പിടിച്ചെടുക്കാൻ കൃപ പ്രാപിക്കണം. നന്മ വരുമ്പോ അത് ദൂരത്താന്നും പറഞ്ഞിരിക്കരുത്. അതുകൊണ്ട് ആ പാളയത്തിനകത്തേക്ക് കാടപ്പക്ഷിയെ പറന്നങ്ങ് വിട്ടത്. കാടപ്പക്ഷിയെ പറത്തി വിട്ടിട്ട് 8 മുഴ ഉയരത്തിലാ നിന്നെങ്കിൽ ആരൊക്കെ പിടിച്ചെടുക്കും? 8 അടിയുള്ളവൻ പിടിച്ചെടുക്കും. അതുകൊണ്ടാണ് 2 മുഴ ഉയരത്തിൽ പറത്തിയത്. ഏത് കൊച്ചു കുഞ്ഞിനും പിടിക്കാവുന്ന ദൂരത്തിലാ കാടപ്പക്ഷിയെ ദൈവമാക്കിയത്. എന്തിനാണെന്നറിയാമോ? എനിക്കത് പിടിക്കാൻ പറ്റുന്നില്ലെന്നാരും പറഞ്ഞ് കരയരുത്. നിനക്ക് പിടിക്കാവുന്ന ദൂരത്തിൽ നിനക്ക് വേണ്ടി സ്വർഗം ചില നന്മകൾ അയക്കുകയാ. ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയുന്നു, ഇന്ന് രാത്രി ഈ പന്തലിനകത്തും പുറത്തും ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഇരിക്കുന്ന ചിലതിനു വേണ്ടി സ്വർഗം ചില നന്മയുടെ വഴികൾ തുറക്കാൻ പോകുന്നു. ചില രാജ്യങ്ങൾ ഓപ്പൺ ആകാൻ പോകുന്നു. ചില രാജാക്കന്മാരോട് ഇടപെടാൻ പോകുന്നു. രാജാക്കന്മാരുടെ ഉറക്കം കെടുത്താൻ പോകുന്നു. ഇന്ന് രാത്രി ദൂത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അന്ധകാര ശക്തികൾ അതിനെ തടഞ്ഞാൽ അത് തടയപ്പെടുകയില്ല. ദൈവം തുറന്നതിനെ, ദൈവം ഉരുട്ടി മാറ്റിയതിനെ ഇനി മടക്കിക്കൊണ്ടുവരില്ല. ഉരുട്ടി മാറ്റിയതിനെ മടക്കിക്കൊണ്ടുവരാൻ സാധ്യതയുള്ളത് കൊണ്ട് ദൂതൻ അതിന്റെ മേലെ ഇരിക്കുക. രാത്രി നീ വിശ്വസിച്ചോ? നിനക്കുള്ളത് തിരിച്ചുരുട്ടാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരിക്കൽ മാറിയത് പിന്നെ തിരിച്ചു വരാൻ അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ ദൂതൻ അതിന്റെ മേലിരിക്കുക. എന്റെ സന്ദേശം ഇവിടെ നിർത്തുക. അവൻ ലോകത്തെ ജയിക്കുന്നു. ദൈവത്തിന് ജനിച്ചവൻ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ ലോകത്തെ ജയിക്കുക. ലോകത്തിന്റെ സംവിധാനങ്ങൾ വളരെ കഠിനമാണെങ്കിലും യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ അതിനെ ജയിക്കണം. നീ ലോകത്തെ ജയിക്കുന്നില്ലെങ്കിൽ ലോകം നിന്നെ ജയിക്കും. ഏറ്റവും ഒടുവിലത്തെ സന്ദേശം പറഞ്ഞ് നിർത്താൻ പോവാ. കർത്താവിന്റെ വരവിൽ തള്ളപ്പെടാതിരിക്കണമെങ്കിൽ നീ ലോകത്തെ ജയിക്കണം. പഴയ നിയമത്തിൽ കയീനും ഹാബേലും യാഗം കഴിച്ചപ്പോൾ കയീൻ വല്ലാതെ ദേഷ്യപ്പെടുന്ന നമുക്കറിയാം. കയീനോട് ദൈവം പറഞ്ഞ ദൂതിന് രാത്രി ഞാൻ ആവർത്തിക്കുക, പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് പറഞ്ഞാൽ നീ അതിനെ കീഴടക്കിയില്ലെങ്കിൽ നിന്നെ അത് കീഴടക്കും. ഇതുപോലെ ലോകത്തെ നീ കീഴടക്കുന്നില്ലെങ്കിൽ ലോകം നിന്നെ ജയിക്കാൻ സാധ്യതയുണ്ട്. ലോകത്തെ ജയിച്ചാലേ നിനക്ക് നിത്യതയിൽ കയറാൻ പറ്റുള്ളൂ. ലോകം നിന്നെ പകയ്ക്കുമ്പോൾ, ലോകം നിന്നെ നിന്ദിക്കുമ്പോൾ, ലോകം നിന്നെ ദുഷിക്കുമ്പോൾ അതിനെ ജയിച്ച് മുന്നേറുന്നവർക്കാണ് ജയിക്കുന്നവന് ലഭിക്കുന്ന പദവികൾ ലഭിക്കുന്നത്. ഞാൻ രാത്രി എന്റെ സന്ദേശം ഇവിടെ നിർത്തട്ടെ. ദൈവത്തിന് ജനിക്കുക, യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ മുന്നേറുക, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുക. ഇന്ന് കാണാത്ത ചിലത് ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടെന്ന് ഹൃദയപൂർവ്വം വിശ്വസിക്കുക. അങ്ങനെയുള്ള വിശ്വാസത്താൽ ലോകത്തെ ജയിച്ചു മുന്നേറാൻ കഴിയും. അതേ കാൺപീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അതേ, നാം അങ്ങനെ തന്നെയാകും. അടുത്ത വാക്യം കൂടെ പറഞ്ഞു നിർത്താം. നാം എങ്ങനെയാകുമെന്ന് നമുക്കറിയില്ല. ഇങ്ങനെയാണ് ഇതിന്റെ അർത്ഥം. അവനോട് സദൃശന്മാരാകുമെന്ന് നമുക്കറിയാം. രാത്രി നാം ഇരിക്കുന്ന ഈ നിലയിലായിരിക്കില്ല. യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാന ശരീരത്തിന് സദൃശമായ ഒരു ശരീരം നമുക്ക് ലഭിക്കും. രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അവന്റെ വരവിനെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരോട് ഞാൻ ആത്മാവിൽ ദൂത് പറയുക, നാം അവനോട് സദൃശന്മാരാകും. നാം യേശു ക്രിസ്തുവിനോട് സദൃശന്മാരാകും. പാപമില്ലാത്ത ഒരു ശരീരം നാം പ്രാപിക്കും. യേശു ക്രിസ്തുവിനോടുകൂടെ മണവാട്ടി സഭയിലെ അംഗങ്ങളായി, മണവാട്ടി സഭയായി നാം ചേരപ്പെടാൻ പോകുക. കർത്താവിന്റെ വരവിൽ നമുക്ക് ഒരുമിച്ച് എടുക്കപ്പെടേണ്ടതിന് ജീവിതത്തിന്റെ വിശുദ്ധിയെ സൂക്ഷിച്ച് കൃപയ്ക്കകത്ത് നിലനിന്ന് ലോകത്തെ ജയിച്ച് ലോകത്തിന്റെ മോഹങ്ങളെ വിട്ടുകളഞ്ഞ് ദൈവത്തോട് ചേർന്ന് ദൈവ സാന്നിധ്യത്തിനകത്ത് ജീവിക്കുവാൻ ഈ ദേശനിവാസികളെയും ഈ ദൈവസഭയിലുള്ളവരെയും ദൈവം സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞാൻ വാക്കുകൾ നിർത്തുന്നു. എനിക്ക് അവസരം തന്നതിന് നന്ദി. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.